പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈവ് സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കാം. കർത്താവിന്റെ സ്തോത്രം ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വെനസ്ഡേ ഈവനിങ്ങിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് കർത്താവെ ഒരു ലൈവ് സെഷനുമായി ഒന്നിച്ച് കടന്നുകൊള്ളുന്ന ഈ ഒരു മുഖാന്തരത്തിനായി സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഇന്ന് ഈ ഈവനിങ്ങിൽ ഞങ്ങളുടെ നടുവിലേക്ക് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി സ്തോത്രം അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. തന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ കാരണമായി തീരണം. ഇത് ഭാഗത്തുനിന്ന് കർത്താവെ അറ്റൻഡ് ചെയ്ത ഓരോ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. വലിയ ദൈവകൃപയാൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിലൊക്കെ അനുഭവിപ്പാൻ സഹായിക്കണം. എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾ ദൂരീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ വരെ പ്രത്യേകം അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. സകല മഹത്വവും സകല മാനവും അവിടത്തേക്ക് അർപ്പിക്കുന്ന കർത്താവ് സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാടകണമേ. ആമേൻ, 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 ആമേൻ. എന്നത്തെ പോലെ ഇന്നത്തെ സെക്ഷന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് കർത്താവ് അനുഗ്രഹത്തിന് വിടുതൽ കാരണമാക്കും. വളരെ സ്നേഹത്തോടെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് സിസ്റ്റർ JC ബിബിനാണ്. പ്രിയമകളെ സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഇപ്പം ലൈവിലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എവിടെ നിന്നാ ജോയിൻ ചെയ്യുന്നത്? ഞാനിപ്പോ കോട്ടയത്ത് നിന്നാണ് ജോയിൻ ചെയ്തത്. കോട്ടയത്ത് ഡെലിവറൻസ് ചർച്ചിന്റെ മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ചർച്ചിന്റെ കീഴില് പാസ്റ്റർ ഷാജൻ ജോർജിന്റെ കീഴില് 7 വർഷത്തോളമായി ഇപ്പൊ ശുശ്രൂഷയിലായി. ഓക്കെ. ഷാജൻ പാസ്റ്ററുടെ കൂടെ നിങ്ങളുടെ കുടുംബം ചേർന്ന് ശുശ്രൂഷയിലായിരിക്കുന്നത്. എനിക്കൊന്ന് നമുക്കൊരു 2-3 ആഴ്ച മുമ്പേയും ഷാജൻ പാസ്റ്റർ ഒരു അസോസിയേറ്റ് പാസ്റ്ററുടെ നമുക്ക് അതെ ടെസ്റ്റിമണി പറയാൻ വന്നിരുന്നല്ലോ. സിസ്റ്റർ ആണ് മോടെ നമ്പർ തന്നത്. ദൈവത്തിന് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനുഭവങ്ങളൊക്കെ കേൾക്കണം. അതിന് മുന്നേ സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താം. എവിടെ ജനിച്ചു വളർന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതെല്ലാം പരിചയപ്പെടുത്തണം. ഓക്കെ. എന്റെ പേര് JC എന്നാണ്. ഞാനിപ്പോ ആയിരിക്കുന്നത് കോട്ടയം. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ താമസിക്കുന്നത് മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയത്ത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ്. ഞങ്ങളിവിടെ 7 വർഷത്തോളമായി ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവകൃപയാൽ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. പിന്നെ എൻ്റെ വീട് കൊച്ചിയിലാണ്. കൊച്ചിയില് തീരപ്രദേശത്തുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് അവിടെ അപ്പച്ചനുണ്ട്, എൻ്റെ അമ്മച്ചിയുണ്ട്. പിന്നെ എനിക്കൊരു ബ്രദറ്, വൈഫ്, കുഞ്ഞുണ്ട്. അവര് കുടുംബമായിട്ട് UK ദൈവവേലയോടനുബന്ധിച്ച് അവിടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ ഇൻ ലോ നേഴ്സാണ്. അവരൊരുമിച്ച് UK പിന്നെ ഇവിടെ അച്ഛച്ചന്റെ ഫാമിലിയിൽ അച്ഛച്ചന് 2 സിസ്റ്റേഴ്സ് ആണുള്ളത്. അവർ രണ്ടുപേരും ദൈവവേലയിലായിരിക്കുന്നു. ഒരു സിസ്റ്റർ പാസ്റ്റർ ഷാജൻ ജോർജിന്റെ വൈഫാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കൂടി ശുശ്രൂഷയിലായത്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ശരി. അപ്പൊ കൊച്ചിയിലാ ജനിച്ചു വളർന്നതൊക്കെ അല്ലേ? അതെ അതെ അതെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് പിന്നെ അനുഭവങ്ങളൊക്കെ കേൾക്കാം. ചെറിയ പ്രായം മുതലെയുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ശരി ശരി. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ ഫിന്നി പാസ്റ്ററോട് ഒരുമിച്ച്, അതുപോലെ സാൻഡി ആൻഡിയോട് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ വലിയ ദൈവത്തിന്റെ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഈ കോവിഡ് കാലഘട്ടത്തില് നമുക്കറിയാം വളരെയധികം പ്രതിസന്ധിയിലൂടെ, പ്രതികൂലത്തിലൂടെ നമ്മൾ പോയൊരു നിമിഷമായിരുന്നു. ഇനി എന്താ സംഭവിക്കുന്നേ, അല്ലെങ്കിൽ ഇനി എന്താ വരുന്നേന്ന് നമുക്കറിയത്തില്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി. ആ സാഹചര്യത്തിനകത്ത് ദൈവം എനിക്കൊരു പാട്ട് തന്നു. നമുക്കറിയാം സന്തോഷിക്കാൻ ഒരു വകയും ഒന്നില്ലായിരുന്നു. എല്ലാവരും അടച്ച് ഭവനത്തിനകത്ത്, മുറിക്കകത്ത് അമ്മയും കൂടിയിരുന്നപ്പോൾ, ഹല്ലേലൂയ, ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾ ശുശ്രൂഷയിലാണ്, ചർച്ചിൽ ആരാധന നടക്കുന്നില്ല. അമ്മ പാസ്റ്റേഴ്സിനെല്ലാം അറിയാം അന്ന് കടന്നുപോയ സാഹചര്യം. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകണം, ആ വീടിന്റെ വാടക എങ്ങനെ കൊടുക്കും, അങ്ങനെയുള്ള പല ചിന്തകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിയപ്പോൾ ഞാനിങ്ങനെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എനിക്ക് തന്ന 2 വരികൾ
ഒരു പാട്ടായിട്ട് അത് ദൈവം എനിക്ക് തന്നു. ട്യൂണും അതോടുകൂടെ തന്നെ ദൈവം എനിക്ക് തന്നു. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിൽ എന്നെന്നും സന്തോഷിപ്പിൻ, അവൻ നമുക്കായി കരുതുന്നതാകിയാൽ കർത്താവിൽ എന്നെന്നും സന്തോഷിപ്പിൻ. ആ സോങ് ഒന്ന് പാടി തുടങ്ങി എൻ്റെ സാക്ഷ്യത്തിലേക്ക് കയറുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടും. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ, 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 കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാൽ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാൽ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. ഓ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കില്ല, ദോഷം ഭാവിക്കയില്ല. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കില്ല, ദോഷം ഭാവിക്കയില്ല. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും, നിന്റെ ഗമനാഗമനങ്ങൾ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും, നിന്റെ ഗമനാഗമനങ്ങൾ പരിപാലിക്കും. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ, 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 കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. ഒന്നിനെ കുറിച്ചും വിചാരം വേണ്ട, ഒന്നിനാലും മാനം കലങ്ങിടേണ്ട. ഒന്നിനെ കുറിച്ചും വിചാരം വേണ്ട, ഒന്നിനാലും മാനം കലങ്ങിടേണ്ട. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിന്റെ ആവശ്യങ്ങൾ ദൈവം അറിഞ്ഞിടട്ടെ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിന്റെ ആവശ്യങ്ങൾ ദൈവം അറിഞ്ഞിടട്ടെ. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. ഓ സന്തോഷിപ്പിൻ, ആമേൻ, സന്തോഷിപ്പിൻ, കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാൽ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാൽ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. അവൻ നമുക്കായി കരുതുന്നതാൽ കർത്താവിലെന്നെന്നും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. ദൈവം എനിക്കന്ന് നൽകിയൊരു ഗാനമാണ്. അതിൻ്റെ ട്യൂണോടുകൂടെ ദൈവം എനിക്കന്ന് നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേ. ദൈവത്തിൻ്റെ കരുതൽ എത്ര പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല. ഓരോ ദിവസവും ദൈവം നമ്മളെ കരുതി വഴി നടത്തുന്നത് ഓർത്താൽ ഹല്ലേലൂയ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ആമേ. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലോട്ട് കടക്കട്ടെ. ആമേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്നത്
കൊച്ചിയില്. ആമേൻ ഹാലേലൂയ. ചെറിയ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആമേൻ ഹാലേലൂയ. ഞങ്ങളൊരു കത്തോലിക്ക കുടുംബത്തിലാണ് അന്ന് ജനിച്ച് വളർത്തപ്പെട്ടത്. ഹാലേലൂയ. ഞാൻ ഓർക്കുന്നു, ആമേൻ ഹാലേലൂയ, എനിക്ക് ഏകദേശം ഞാൻ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ വിശ്വാസത്തിലേക്ക് വരുന്നത്. അമ്മയാണ് ആദ്യമായിട്ട് വിശ്വാസത്തിലോട്ട് കടന്നു വരുന്നത്. ഹാലേലൂയ. അന്ന് ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. ഹാലേലൂയ. ഞങ്ങളുടെ ഫാമിലി എല്ലാം ഒരു വീട്ടിലായിരുന്നു ആദ്യം താമസിച്ചത്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ വീട് വെച്ചിട്ട് ഒരു കോമ്പൗണ്ടിൽ തന്നെ 4 ഭവനങ്ങളാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അനിയന്മാര്, ചേട്ടന്മാര്, ഞങ്ങളെല്ലാവരും കൂടെ അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എൻ്റെ അമ്മ ദൈവത്തിന്റെ സത്യം അറിയുകയും വചനം അറിയുകയും താനൊരു തീരുമാനമെടുത്തു. ഹാലേലൂയ. എത്ര പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ഈ ദൈവ വഴിവിട്ട് മാറത്തില്ല, ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്നൊരു തീരുമാനമെടുത്തു. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇന്നും ഞങ്ങളുടെ അവിടെ വിശ്വാസികൾ കുറവാണ്. അന്നെന്ന് പറയുമ്പോൾ കത്തോലിക്കരുടെ വലിയൊരു കൂട്ടം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണത്. അതിനകത്തുനിന്ന് ഒരു വ്യക്തി വിശ്വാസത്തിൽ വരിക, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക. അന്നെന്ന് പറയുമ്പം നമ്മൾ ഈ കമ്മലും മാലയൊക്കെ ഊരിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് നമ്മളെ പുച്ഛിക്കുന്ന ഒരു വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു അന്നത്തെ സാഹചര്യത്തില്. അമ്മ ഹാലേലൂയ സ്വർണ്ണമെല്ലാം ഊരി ദൈവത്തിന് വേണ്ടി നിന്നു. ഹാലേലൂയ. അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ദൈവത്തെ സത്യം എന്താന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി അതിനു വേണ്ടി നിൽക്കാൻ പോവുക. അപ്പൊ അപ്പച്ചൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്നൊന്ന് വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അതിന്റെ അപ്പച്ചന്റെ അപ്പൻ, ഞങ്ങൾ അപ്പാപ്പൻ എന്നാ വിളിക്കുന്നത്, അപ്പാപ്പ വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ കുർബാന കൈക്കൊള്ളപ്പാടും അതുപോലെയുള്ള ഓപ്രീഷ്മ അതൊക്കെ നടത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നിങ്ങനെ പോയാൽ അത് ശരിയാകത്തില്ല, ഇത് നിർത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ തീരുമാനമെടുത്തതിൽ ഉറച്ചു നിന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ ഫാമിലിയില് അമ്മയൊക്കെ വിശ്വാസത്തിൽ, അതിനു മുമ്പേ അമ്മ വരുന്നതിന് മുമ്പേ വിശ്വാസത്തിൽ വന്നു. ആമേൻ ഹാലിൽ. എൻ്റെ അമ്മയുടെ 2 ബ്രദേഴ്സ് പാസ്റ്റേഴ്സ് ആണ്. ഒരാള് ഫോർട്ട് കൊച്ചിയില് പാസ്റ്റർ ബിജു CX, അവരെ ശുശ്രൂഷയിൽ വർഷങ്ങളോളമായി ആയിരിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റർ ജോസഫ്, അദ്ദേഹവും കൊച്ചിയിലെ ഒരു ചർച്ചിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിനകത്ത് ഹാലേലൂയ വിശ്വാസത്തിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ആ കാലഘട്ടത്തില് അമ്മ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനിടയായിത്തീരുന്നു. അപ്പോൾ അപ്പച്ചൻ ആദ്യം ഭയങ്കര തടസ്സങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഓരോ ദിവസവും അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഓരോ വചനങ്ങൾ കേട്ടു. അതാണ് സത്യമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അങ്കിളിന്റെ തന്നെ ഒരു ചർച്ച്, അവര് പുതിയ ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവര് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചു. അപ്പോൾ ഉദ്ഘാടനത്തിനല്ലേ, അപ്പോൾ എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അപ്പച്ചൻ അവിടെ ചെല്ലുന്നത്. അവിടെ വെച്ച് സത്യം അറിയുകയും അന്നത്തെ ആ പ്രാർത്ഥനയിൽ ആത്മാവിന്റെ ഒരു വലിയ സ്പർശനം എൻ്റെ അപ്പച്ചന്റെ മേലുണ്ടായി. അന്ന് താൻ അവിടെ നിന്ന് ആ ചർച്ചിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ ഒരു തീരുമാനം എടുത്തു, ഇനി ജീവിച്ചാലും മരിച്ചാലും ഈ ദൈവത്തിന് വേണ്ടി തന്നെ ഞാൻ ജീവിക്കത്തുള്ളൂ. അങ്ങനെ തീരുമാനമെടുത്തു. അവർ ഭവനത്തിനകത്ത് വന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെയുമായിട്ട്, എനിക്കൊരു ബ്രദർ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞങ്ങളെയുമായിട്ട് ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ പ്രതികൂലങ്ങൾ ആരംഭിച്ചു. അന്നത്തെ സാഹചര്യത്തിനകത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ആമേൻ ഹാലേലൂയ നിൽക്കുന്നു എന്ന് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ ആർക്കും ഒരു കുഴപ്പവുമില്ലായിരുന്നു. നമ്മൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രതികൂലമായി അവരെല്ലാം പറഞ്ഞു, ഇവിടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കോ, ശരി, ഇവിടെ ഒരു പ്രാർത്ഥന പോലും വയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റ കോമ്പൗണ്ടിലായതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പൊയ്ക്കോ എന്നുള്ള തീരുമാനത്തിലായി. പക്ഷേ ആ സാഹചര്യത്തിനകത്ത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തിനകത്ത് വെച്ച് തന്നെ 3 കൺവെൻഷനോളം നടത്തുവാൻ ദൈവാത്മാവ് ഹാലേലൂയ ഞങ്ങൾക്ക് ഇടവരുത്തി. ഹാലേലൂയ. അന്നത്തെ പ്രതികൂലങ്ങളെല്ലാം ദൈവം അനുകൂലമാക്കി മാറ്റി. ഹാലേലൂയ. എൻ്റെ അമ്മ അന്ന് മുതലേ, ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ നാൾ മുതലേ എൻ്റെ അമ്മ ഞങ്ങളെ കൊണ്ടുവന്നത് വിശ്വാസത്തിൽ, അതായത് ആമേൻ ഹാലേലൂയ വേർപാടോടെ അന്ന് ഞങ്ങളെ വളർത്തി. വേർപാടിൽ ആമേൻ ഹാലേലൂയ. ഒരു കാര്യത്തിന് പോലും, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് പോലും ഞങ്ങളെ വിട്ടിട്ടില്ല. അതുപോലെ തന്നെ അന്ന് നമുക്കറിയാം, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് പെരുന്നാൾ വരും, ഈസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഓണം, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങൾ വരുമ്പോഴും
അമ്മച്ചി ഞങ്ങളെയും കൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ, ആ പ്രോഗ്രാം എന്നാണോ അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരത്തുള്ളൂ. ഹല്ലേലൂയ. അതിലൊന്നും ഞങ്ങൾ അവിടെ അവരുടെ മാമോദീസകൾ പല പല ഫങ്ഷൻസ് ഉണ്ടാകുമായിരുന്നു. അതിലൊന്നും ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ പോകുവാനോ അതിനകത്ത് ഒന്നിലും ഞങ്ങളെ ആമേൻ അതുപോലെ വേർപാടോടെ എൻ്റെ അമ്മ എന്നെ വളർത്തുവാനിടയായിത്തീരുന്നു, ഞങ്ങളെ വളർത്തുവാനിടയായിത്തീരുന്നു. അതുപോലെ തന്നെ ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ വീടിനകത്ത് കയറുമ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറുമ്പോൾ ഇഷ്ടിക മാത്രം കൊണ്ട് പണിതിട്ട് വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. ഒരു സാധനവും കറണ്ട് കിട്ടിയിട്ടില്ല, ഒരു സാധനവും ഞങ്ങളുടെ വീടിനകത്തില്ല. പക്ഷെ അന്ന് ചെറിയ പ്രായം മുതലേ അമ്മ ഞങ്ങളോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അമ്മ, എന്തൊക്കെ ഈ ഭവനത്തിനകത്ത് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, എന്തൊക്കെ ഡ്രസ്സ് പോലും അന്ന് ഇല്ലാത്ത സാഹചര്യം. എൻ്റെ അപ്പച്ചനൊരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അമ്മ പറഞ്ഞു, എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അത് യേശുപ്പച്ചൻ തരാൻ മതിയായവനാണ്, നിങ്ങൾ എഴുതി വെക്ക്. ഒരു ബുക്ക് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്തൊക്കെ വേണം അതെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു. ഞാൻ ഓർക്കുന്നു, എനിക്ക് വേണ്ട ചെറിയ സാധനം മുതൽ, ബുക്ക് മുതൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഭവനത്തിനകത്ത് എന്തൊക്കെ വേണമെന്ന് ഹല്ലേലൂയ ഞങ്ങളന്ന് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ഓരോന്ന്, ഫാന്, മിക്സി, ഞാൻ ഓർക്കുന്നു ഓരോ അടുക്കളയ്ക്കകത്ത് വേണ്ട കാര്യങ്ങൾ പോലും അമ്മ പറഞ്ഞിട്ട് ഞാനതെല്ലാം എഴുതി വെച്ചു. വീടിനകത്ത് തറ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ എഴുതി വെച്ചു, ടൈലിടണം, ഹല്ലേലൂയ, ഫ്രിഡ്ജ് വാങ്ങിക്കണം, അലമാര വേണം, ഒരു സാധനവുമില്ല, എല്ലാം എഴുതി വെച്ചിട്ട് അമ്മ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഹാലിൽ ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശം 3-4 ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയം മുതലേ ഞങ്ങളെ കൊണ്ട് ഉപവസിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഉപവസിച്ച് ഹാല് മസ്റ്റായിട്ട് ഉപവസിച്ചിരിക്കണം. അമ്മ ഫുഡ് തരത്തില്ലെന്ന് പറഞ്ഞാൽ ഫുഡ് തരത്തില്ല, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ ഇത്ര നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ അവിടെ എഴുതി വെച്ച, എൻ്റെ ബുക്കിനകത്ത് എഴുതി വെച്ച ഓരോ കാര്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. അമ്മ പറയും, പ്രാർത്ഥിച്ച് കിട്ടിയതിനെല്ലാം ടിക്കിട്ടോണം. കിട്ടുമ്പോൾ ടിക്കിട്ടോണം. ഞാൻ അന്ന് ആ ബുക്കിനകത്ത് എന്തൊക്കെ ഞാൻ എഴുതി വെച്ചു എൻ്റെ ഭവനത്തിനകത്ത്. ഹല്ലേലൂയ. ഓരോ നാള് കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും എൻ്റെ കണ്ണിൻ മുമ്പിൽ അത്ഭുതങ്ങളായി അതെല്ലാം വെളിപ്പെടുവാനിടയായിത്തീർന്നു. എനിക്ക് ഡ്രസ്സില്ലാതെ പുറത്തു പോകുമ്പോൾ 2 ഡ്രസ്സേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹല്ലേലൂയ അത് എഴുതി വെച്ച്, കർത്താവ് എനിക്ക് ഡ്രസ്സില്ല, എനിക്ക് പുറത്തു പോകുമ്പോൾ മറ്റുള്ളവരെല്ലാം, എൻ്റെ ബന്ധുമിത്രാദികൾ, അവരെല്ലാം ഒന്നാമത് നമ്മള് സ്വർണ്ണമില്ലാതെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും പുച്ഛമായിരുന്നു, നമ്മളെപ്പോഴും കളിയാക്കും. എവിടെ ചെന്നാലും ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്രായത്തിൽ മൊത്തം അവഗണന മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ഫംഗ്ഷന് ചെന്നാലും അവിടെ എല്ലാം നമ്മളെ നോക്കി കുശുകുശുപ്പ്. കാരണം അന്ന് അവിടുത്തെ സാഹചര്യം അതായിരുന്നു, അവിടെ വിശ്വാസികളില്ല. അന്ന് നമ്മളാണ് അവിടെ ആ ദേശത്ത് ആദ്യമായിട്ട് വിശ്വാസത്തിൽ കടന്നു വരുന്നത്. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ അവർക്കൊക്കെ കത്തോലിക്കയിൽ നിൽക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഫംഗ്ഷൻ ആണേലും ഞങ്ങളൊന്നും കല്യാണത്തിനൊന്നും സമയത്ത് ഇതുവരെ പോയിട്ടില്ല, കാരണം അവിടെ എല്ലാം ഞായറാഴ്ച കല്യാണങ്ങൾ നടക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ഞങ്ങള് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ ചെന്ന്, കാരണം അങ്ങനെ അമ്മ ഞങ്ങളെ അങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്. അതുപോലെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ, ദൈവം കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. നിങ്ങൾ ദൈവത്തിന് ആദ്യം മുൻസ്ഥാനം കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളെ ദൈവം ചെയ്യും. ഇപ്പൊ ഒന്നും കാണുന്നില്ലായിരിക്കും. അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പൊ ഒന്നും കാണുന്നില്ലായിരിക്കും, നിങ്ങളുടെ ഭാവിയിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. ഹല്ലേലൂയ. ഇന്ന് നിന്ദിച്ചവരുടെ മുമ്പിൽ ഹല്ലേലൂയ, അവര് നമ്മളോട് ചോദിക്കുന്ന കാര്യം വേറൊന്നുമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ കെട്ടിക്കും? അമ്മയോടും അപ്പച്ചനോടും ചോദിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവുമോ, കല്യാണം കഴിക്കുമോ? ഹല്ലേലൂയ. അവർക്ക് വിശ്വാസികൾ വേറെ ഒരിടത്തും ഇല്ലെന്നുള്ള വിചാരം അവിടുത്തെ ആൾക്കാർക്ക്, കാരണം തീരപ്രദേശക്കാരാണ്. അതുപോലെ ആ സാഹചര്യത്തിനകത്ത് അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളെ പിന്നെ കുഴിച്ചു മൂടാൻ സ്ഥലമുണ്ടോ, സിമിത്തേരി ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെയായിരുന്നു ഞങ്ങളോടുള്ള ചോദ്യം. പക്ഷെ ആ ചോദ്യങ്ങൾക്കകത്തെല്ലാം ദൈവം ഇന്ന് ഞങ്ങൾ ആരും ഉത്തരം പറഞ്ഞില്ല, ദൈവം അതിനെല്ലാം മറുപടി കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹം അറിയുവാനും ദൈവശക്തിയെ തിരിച്ചറിയുവാനും ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഇന്നത്തെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാഴ്ച, മാതാപിതാക്കള് ഹല്ലേലൂയ രാവിലെ ആരാധനയ്ക്കും പലപ്പോഴും ഞാൻ ചർച്ചകളിൽ തന്നെ ചോദിക്കുമ്പോൾ, രാവിലെ ആരാധനയ്ക്ക് കുഞ്ഞു ഉറങ്ങിപ്പോയെന്നുള്ള ഹല്ലേലൂയ ഉറങ്ങിക്കിടക്കുക എന്നുള്ള സാഹചര്യങ്ങൾ പറയുന്നവരുണ്ടെന്നാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വില മുടക്കി അവരെ ദൈവത്തിന്റെ
സന്നിധിയിൽ ഇന്ന് കൊണ്ടുവന്നിരുത്തിയാൽ അമ്മ പിൻകാലങ്ങളിൽ ഹല്ലേലൂയ അവരുടെ നന്മ കണ്ട് സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. അന്ന് ഞങ്ങളെ ആമേൻ ഓൾ നൈറ്റ് ആണെങ്കിൽ ഓൾ നൈറ്റിനകത്ത് ഒരു തുള്ളി പോലും ഉറക്കത്തില്ല. ആമേ ഉണർന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്നേ പറ്റത്തുള്ളൂ. ആ ദൈവത്തിന്റെ സന്നിധി ഞാൻ ഓർക്കുന്നു, 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഹല്ലേലൂയ അന്ന് ആമേൻ കലൂർ സ്റ്റേഡിയത്തിൽ ആശിഷമാരി എന്ന് പറഞ്ഞിട്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. ആമേൻ ഹല്ലേലൂയ. അപ്പൊ അവിടെ തന്നെ താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. അവിടെ വന്ന് ആർക്ക് വേണേലും ഉപവസിക്കാം. എൻ്റെ അമ്മ എന്നെയും ചേട്ടനെയുമായിട്ട്, ഞാനന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുക, എന്നെയും ചേട്ടനുമായിട്ട് അവിടെ പോയി. ഹല്ലേലൂയ. ഞങ്ങളോട് പറഞ്ഞു 3 ദിവസം ഉപവസിക്കണം. 3 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഉച്ചയാകുമ്പോൾ ഫുഡൊക്കെ തരാം എന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി. ഹല്ലേലൂയ. അവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള വീടുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് കവറിൽ, ചെറിയ പാക്കറ്റ് കവറിൽ വെള്ളം കിട്ടും. രാവിലെയും വൈകിട്ടും ഓരോ ചായ കിട്ടും. അത് മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞു പേഴ്സ് എൻ്റെ കയ്യിലില്ല, വേറെ ഒന്നും ചോദിക്കരുത്. ആമേൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആമേൻ ഹല്ലേലൂയ 3 ദിവസം ഞങ്ങൾ ഉപവസിച്ചേ പറ്റുമെന്നും പറഞ്ഞു ഉപവസിച്ചു. 3ാമത്തെ ദിവസം ഉച്ചയാകുമ്പോൾ ഇച്ചിരി ചോറ് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. എന്തേലും അമ്മ വാങ്ങിച്ചു തരുമെന്ന് ഓർത്ത്. പക്ഷേ മൂന്നാമത്തെ ദിവസമായപ്പോ അമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പേഴ്സില്ല, ഞാൻ ഉപവസിക്കുന്നവരെ നിങ്ങൾ എൻ്റെ കൂടെ ഉപവസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഹല്ലേലൂയ ഞാനും എൻ്റെ ചേട്ടായും കൂടി 7 ദിവസം ഉപവസിച്ചു. ആമേൻ. 7ാമത്തെ ദിവസമാണ് അപ്പച്ചൻ അവിടെ വന്ന് ആമേൻ ഹല്ലേലൂയ ഞങ്ങളുമായിട്ട് കടയിൽ പോയി ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. അന്ന് ഹല്ലേലൂയ ആ സാഹചര്യത്തിനകത്ത് ആമേൻ ഉപവസിക്കണമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ആ ദൈവശക്തിയെ തിരിച്ചറിയും. അമ്മയുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ മേൽ ആ ദൈവശക്തി വീഴണം. അഭിഷേകം വീണ് കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിന് പിന്നീട് നമുക്കറിയാം, നമ്മൾ ഇനി കോളേജുകളിലേക്കും ക്ലാസ്സുകളിലേക്കൊക്കെ അമ്മ കടന്നു പോകുമ്പോൾ പല പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ പല പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് മുമ്പിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതിനകത്തൊന്നും അഭിഷേകം ഒരുവന്റെ തലയിൽ വീണിട്ടുണ്ടോ, അതിനകത്തൊന്നും അവൻ വീണു പോകത്തില്ല. അഭിഷേകം ഒരുവന്റെ തലയിൽ ചലിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് അമ്മയുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ മേൽ ഒരു അഭിഷേകം വീഴണം, ഞങ്ങളുടെ മേൽ ഒരു ആത്മശക്തി ഉണ്ടാകണം. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ആ കുഞ്ഞു നാള് മുതലേ ആ ഒരു അഭിഷേകം ഞാൻ വിശ്വസിക്കുന്നു അതെന്റെ തലയിൽ വീണു. അമ്മ എവിടെ ചെന്നിരുന്നാലും ഞാൻ ദൈവത്തെ ആരാധിക്കും. എവിടെ ചെന്നിരുന്നാലും ആ ദൈവ മഹത്വം അറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ അമ്മ എൻ്റെ ബ്രദറും എന്നോട് കൂടെ ഇരുന്നു ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പം അച്ഛന് ഇച്ചിരി ഉഴപ്പിലോട്ടൊക്കെ പോയി. ആമേൻ ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ കുറെ പ്രാർത്ഥിച്ചു എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട്. 10ാം ക്ലാസ്സിൽ ഉഴപ്പി 10ാം ക്ലാസ് ആദ്യത്തെ പ്രാവശ്യം തോറ്റുപോയി. ആമേൻ. അന്ന് 210 മാർക്ക് മതിയായിരുന്നു ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് താൻ ഉഴപ്പി തോറ്റുപോയി. പക്ഷെ ഞങ്ങൾ പിന്നെയും അമ്മച്ചി പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 10ാം ക്ലാസ് പിന്നീട് 2ാമത് എഴുതി അത് ജയിച്ചു കഴിഞ്ഞിട്ട് താൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി ബൈബിൾ കോളേജിൽ പോവുകയാണ്, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിച്ചാൽ മതി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഹല്ലേലൂയ. അത് കഴിഞ്ഞ ഒരു വർഷം പിന്നെയും ഒന്നുകൂടെ എഴുതാൻ വേണ്ടി സമയം എടുത്തു. ബെഥെസ്ദ ബൈബിൾ കോളേജിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ബൈബിൾ കോളേജിൽ വന്ന് താൻ 3 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ രാജസ്ഥാനിലെ ഫിലദൽഫിയയുടെ ബൈബിൾ കോളേജിൽ അവിടെ 3 വർഷം പഠിച്ചു. ആമേൻ. ഇന്ന് താൻ ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. UK-യിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അന്ന് ആമേൻ ഞങ്ങളെ അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നതെല്ലാം ഒരു അനുഗ്രഹമായി ഇന്ന് ഞങ്ങൾക്ക് മാറിയെന്ന് പറയാം. കാരണം ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്നത് കർത്താവിന്റെ വേലയില. ആമേൻ ഹല്ലേലൂയ. ഞാൻ എവിടെ ഞാൻ ആമേൻ ഹല്ലേലൂയ ഡിഗ്രി BCom പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തു. ഹല്ലേലൂയ. ജോലി ചെയ്യുമ്പോഴെല്ലാം ആമേൻ ഹല്ലേലൂയ ചർച്ചിലെ പ്രവാചകന്മാര് വരും, ശുശ്രൂഷകന്മാര് വരും. അന്നെല്ലാം ആര് വന്നാലും എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറയും നിനക്ക് ജോലിയല്ല, നിനക്ക് ശുശ്രൂഷ. അപ്പോ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓരോരുത്തർക്ക് നേഴ്സ്, ഡോക്ടർ ഓരോരുത്തരോടും ആലോചന പറയുമ്പോൾ എന്നോട് പറയും നീ ദൈവവേലയ്ക്കുള്ളതാ, നീ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാ, അതുകൊണ്ട് നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ 2 സ്ഥലത്ത് ജോലിക്കൊക്കെ പോയി നോക്കി, പക്ഷെ ഒരിടത്തും എനിക്ക് ഉറക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. അവിടെയെല്ലാം ലാസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തത് ഹോണ്ടയുടെ കാറിന്റെ ഷോറൂമിലാണ്. അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഹല്ലേലൂയ എനിക്ക് ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ജോലിക്ക് കയറും ആദ്യം ഓർക്കും ഇതെല്ലാം നന്നായിട്ട് പോകുമെന്ന് ഓർക്കും, പക്ഷെ അവിടെയും ഒരു സ്വസ്ഥത ഞാൻ അനുഭവിച്ചില്ല. എപ്പോഴൊക്കെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടുണ്ടോ ഹല്ലേലൂയ അപ്പോഴൊക്കെയും വലിയ സ്വസ്ഥതയും സമാധാനവും എന്റെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആമേൻ ജോലിക്ക് സ്ഥിരമായി എനിക്ക് നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ കുറെ നാള് ഹല്ലേലൂയ ഭവനത്തിനകത്തിരുന്നു.
ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. കർത്താവേ, നീ എൻ്റെ മേലൊരു ദൈവപ്രവൃത്തി, എന്താണോ അങ്ങയുടെ ഉദ്ദേശം, ഹല്ലേലൂയ, എന്തിനു വേണ്ടിയാണോ അങ്ങ് എന്നെ വിളിച്ചത്, ആ ദൈവ വേലയ്ക്ക് വേണ്ടി എന്നെ വേർതിരിക്കണം. അതെവിടെയായിരുന്നാലും ആമേൻ, ഹല്ലേലൂയ, കർത്താവേ, ഞാനത് ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ, ഞാൻ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും അമ്മയും രാവിലെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി പ്രാർത്ഥിക്കാനിരിക്കും. ഉച്ചവരെ പ്രാർത്ഥിക്കും, ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പ്രാർത്ഥിക്കാനിരിക്കും. അങ്ങനെ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുന്നേറുവാൻ ദൈവാത്മാവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സാഹചര്യത്തിൽ ഞാൻ ഒരു അനുഭവം ഓർക്കുന്നു. ഹല്ലേലൂയ, അവിടെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു ദേശം, പാരമ്പര്യം കെട്ടപ്പെട്ട് കിടക്കുന്ന ആ ദേശത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, രാത്രിയാകുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കമില്ല. രാത്രിയാകുമ്പോഴേക്കും എനിക്കറിയാം ആ ദേശത്തിന്റെ ശക്തികൾ എന്നോട് ഭയങ്കരമായിട്ട് എൻ്റെ ശരീരത്തോട് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ഒരു മുറിയിൽ കിടന്നിട്ട് ഞാൻ ഓർക്കുന്നു, അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കണ്ണടച്ചു വരുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് പെട്ടെന്ന് ഭയം വരുന്നു, പേടി വരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ അങ്ങനെ വേറെ മുറി പോയി കിടക്കും. 2-3 മുറി മാറി കിടന്നിട്ടും ഹല്ലേലൂയ, എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ജയം ഹല്ലേലൂയ പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാസ്റ്ററോട്, അന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഇങ്ങനെ ഒരു എന്നെ പൈശാചിക ശക്തി എന്നെ ഭയങ്കരമായിട്ട് എന്നോട് പോരടിക്കുക. ഹല്ലേലൂയ, എനിക്കൊരു തുള്ളി പോലും ഇനി ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ വല്ല അസ്വസ്ഥതയായി പോകും. അതുപോലെ രാത്രി ഒന്നും ഉറക്കമില്ല. രാവിലെ ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്കറിയാം, പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം ദൈവത്തിന് വേണ്ടി മുന്നേറും അത്രത്തോളം പിശാചിന്റെ ആഗ്രഹം നമ്മൾ ഒരിക്കലും ദൈവത്തിന് വേണ്ടി നിൽക്കരുത്. അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും നമ്മളെ വലിച്ചു താഴെ ഇടുവാൻ വേണ്ടിയിട്ട് അവൻ പലവിധമായ പ്രതികൂലങ്ങൾ നമ്മൾക്കെതിരെ കൊണ്ടുവരും. ഹല്ലേലൂയ. അന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നീ ആയിരിക്കുന്ന വിഷയത്തിന്, നീ ആയിരിക്കുന്ന ആ പൈശാചിക ശക്തിക്കകത്ത് നീ തന്നെ ഒരു ജയമെടുക്കണം. ഹല്ലേലൂയ, മറ്റൊരു വ്യക്തിയല്ല. ഒരു പാസ്റ്റർ വന്ന് നിന്റെ മേൽ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നിനക്ക് ആശ്വാസം ലഭിച്ചേക്കാം. പക്ഷേ എന്നോട് പറഞ്ഞൊരു കാര്യം, ഹല്ലേലൂയ, ഒരു 9ാം ക്ലാസ്സിൽ നിന്ന് ഒരു 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 9ാം ക്ലാസ്സിന്റെ ചാപ്റ്റേഴ്സും കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കത്തില്ല. അതുപോലെ തന്നെ നീ അതിനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി നിന്നെ പിന്തുടരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശക്തമായിട്ട് അതിനോട് എതിർത്ത്, ദേശത്തിന്റെ ശക്തികളോട് എതിർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അതിന്മേൽ വലിയൊരു ശക്തി ഇപ്പൊ ഞാൻ സ്വപ്നം കാണും. ഹല്ലേലൂയ, കിടക്കുമ്പോൾ തന്നെ, കണ്ണടക്കുമ്പോൾ തന്നെ സ്വപ്നം എന്തെങ്കിലും കണ്ട് എന്നെ ഒരു ശക്തി വന്ന് പിടിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അങ്ങനെ ഞാൻ നെട്ടി അതിനകത്ത് നിന്ന് എഴുന്നേക്കുമായിരുന്നു. എന്നാൽ അന്ന് ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, ശക്തിയോടെ പ്രാർത്ഥിച്ച്, അതിന്മേൽ ജയമെടുത്ത് കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ശക്തി ഞാൻ കാണുക, എന്നെ ഒരു ശക്തി വന്ന് പിടിക്കാൻ ഹല്ലേലൂയ എന്നെ വട്ടം കയറി പിടിച്ചു. പക്ഷേ ഞാൻ യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊട്ടിച്ച് ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ, അന്ന് കണ്ണു തുറന്നില്ല, ഉറക്കത്തിൽ തന്നെ അതിനെ ജയിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവാത്മാവിനെ സഹായിച്ചു. അന്ന് അതിന്മേലൊരു ജയം എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ സഹായിച്ചു. പക്ഷെ അന്നൊന്നും എനിക്കറിയത്തില്ല ഇന്ന് ഞാൻ ആയിരിക്കുന്ന ചർച്ച് ഡെലിവറൻസ് ചർച്ച്. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് തന്നെ ഡെലിവറൻസ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭൂതങ്ങളുടെ മേലുള്ള ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ഭൂതങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഹല്ലേലൂയ ആഴ്ചകളിലും ഇവിടെ അനേകം വ്യക്തികൾ കൊണ്ടുവന്ന ഭൂതങ്ങളുടെ മേൽ വലിയൊരു, ഇവിടെ ആയിരിക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്റേഴ്സിന്റെ മേലെ, ശുശ്രൂഷകരുടെ മേലെ വ്യാപരിക്കുന്ന ആ ഒരു അഭിഷേകം. ഓരോ ചർച്ചുകൾക്ക് ദൈവം ഒരു അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ഞങ്ങളുടെ ചർച്ചിനകത്ത് ദൈവം പകർന്നിരിക്കുന്നത് ഭൂതങ്ങളുടെ മേലുള്ള അധികാരമാ. ഇവിടെ ഓരോ ആഴ്ചകളിലും കൈവശങ്ങൾ ഛർദ്ദിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഭൂതങ്ങൾ ഹല്ലേലൂയ അലറിയോടുന്നു. വലിയ ദൈവപ്രവർത്തികൾ. അന്ന് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ചർച്ചിലേക്കാണ് ഞാൻ വരുന്നതെന്ന്. അതിനകത്ത് അന്ന് ദൈവം എനിക്ക് ജയം നൽകുവാനിടയായിത്തീരുന്നു. അത് കഴിഞ്ഞ് ഹല്ലേലൂയ, എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഹല്ലേലൂയ, സാമ്പത്തികമായി കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ നടക്കുമെന്നോ എങ്ങനെ ആയിത്തീരുമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും, കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടി നീ എന്നെ കണ്ടുവെന്ന് പറഞ്ഞെങ്കിൽ ആ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവമേ, കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി കർത്താവ് കരുതണം. ഹല്ലേലൂയ. വലിയ ശുശ്രൂഷയൊന്നും ഞാൻ അന്ന് ആഗ്രഹിച്ചില്ല. കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അന്ന് ഈ അച്ഛന്റെ കല്യാണക്കാര്യം വന്നപ്പോൾ ഹല്ലേലൂയ, അച്ഛന്റെയും വലിയൊരു സാക്ഷ്യമാണ്. കാരണം താനൊരു കൽപ്പണിക്കാരനായിരുന്നു. ഹല്ലേലൂയ. കൽപ്പണിക്കാരനായിട്ട് ഹല്ലേലൂയ, അവർ നേരത്തെ മുതലേ വിശ്വാസത്തിൽ വന്നു. പക്ഷെ അച്ഛൻ കുറെ പിന്മാറ്റത്തിലൊക്കെ പോയി. ഹല്ലേലൂയ. ദൈവ വഴി വിട്ട് പിന്മാറ്റത്തിൽ പോയി. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഭിഷേകം, ഒരു വിളി, മാതാപിതാക്കളുടെ പ്രാർത്ഥന തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ, ആലപ്പുഴയിൽ
വലിയൊരു മുസ്ലിങ്ങളുടെ ഹാലേലു ഏരിയയിൽ ആ കൂട്ടുമായിട്ട് 10-40 കൂട്ടുകാർ മുസ്ലിങ്ങൾ മാത്രം അച്ചാച്ചനുണ്ടായിരുന്നു. എന്നാൽ അതിനകത്തുനിന്ന് ഹാലേലൂയ ദൈവം തന്നെ ഹാലേലൂയ ആമേൻ ആ അഭിഷേകത്തിലോട്ട് കൊണ്ടുവന്നു. ആമേൻ ഇവിടെ ആമേൻ ഹാലേലൂയ താൻ ചർച്ചിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ് ഈ കോട്ടയത്ത് വരുന്നത്. ചർച്ച് ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ ചർച്ച് പണിയുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ചർച്ചിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരാഴ്ച വന്ന് ആമേൻ ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടി തേപ്പിന്റെ ആ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് താൻ വന്നതാണ്. പക്ഷെ ഒരാഴ്ചത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആളുകളുടെ സ്നേഹവും ഇവിടെ നല്ല ഫുഡായിരുന്നു. കാരണം ഇവിടെ രാവിലെ മുതൽ ചർച്ചിലെല്ലാവരും വിശ്വാസികൾ തന്നെയായിരുന്നു ഇവിടെ പണിയെല്ലാം ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ ആൾക്കാർ വരും, ഫുഡ് ആവശ്യത്തിന് ഫുഡ് കാര്യങ്ങളെല്ലാം ഭയങ്കര സ്നേഹം. ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹമൊക്കെ കണ്ട് ഇവിടെ നിന്നുപോയി. കുറച്ചും കൂടി നിൽക്കാന്നും പറഞ്ഞ് അങ്ങനെ നിന്നു. ഹല്ലേലൂയ. അങ്ങനെ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഹാലേലൂയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനൊന്നും തീരുമാനമൊന്നും എടുത്തല്ല അന്ന് നിന്നത്. ഇവിടെ പ്രാർത്ഥനയൊക്കെ കൂടി നിൽക്കാന്ന് വിചാരിച്ചു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഹാലേലൂയ ഞങ്ങളുടെ ആമേൻ ഹാലേലൂയ പാസ്റ്ററിന്റെ മോൻ ആശിഷ് അവനാണ് ഇന്ന് എനിക്ക് വേണ്ടി ഇവിടെ എന്നോട് കൂടെ ഇരുന്ന് കീബോർഡ് വായിക്കുന്നത്. ആശിഷ് ഒരു നിമിഷം ആശിഷിന് ക്യാൻസർ ആയിട്ട് അവന് 2 ക്യാൻസർ ഉണ്ടായിരുന്നു. ഹാലേലൂയ. ക്യാൻസറിനകത്തുനിന്ന് അവന്റെ ഏകദേശം 4 വയസ്സിലാണെന്ന് തോന്നുന്നു അവന് ക്യാൻസർ ആയിട്ട് 2 ക്യാൻസർ വന്നതാണ്. എന്നാൽ അതിനകത്തുനിന്ന് ദൈവം അവനെ വിടുവിച്ചു. എന്നെക്കാളും വലിയ സാക്ഷ്യം അവനുള്ളത്. എനിക്ക് വന്നു പിന്നെ പാസ്റ്ററും ഈ പാസ്റ്റർ ഈ മോനെ കുറിച്ച് ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞത് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? പാസ്റ്റർ മോന്റെ ആ സമയത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ എനിക്കൊന്ന് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. ഷാജി പാസ്റ്ററെ ആ സാക്ഷ്യം. മോന്റെ പേരെന്താ? ആശിഷ്. ആശിഷ് അവന് ശരീരത്തിൽ 2 ക്യാൻസർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവന് ഇനി കിട്ടത്തില്ലെന്ന് പറഞ്ഞാണ്. അവന്റെ ഒരു വെയിൻ ക്ലോട്ടായി, ഒരു വെയിൻ കട്ടായി പോയി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവിക്കത്തില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കോ, ഇതിനകത്ത് ഇനി ഒരു സാഹചര്യമില്ല, ഇവൻ ജീവിക്കത്തില്ല. ഇനി ഇവനുമായിട്ട് അവര് ബോംബെയിലേക്ക് വിദേശത്തേക്ക് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, കുഞ്ഞിന് രക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ചർച്ച് എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇതുപോലെ തന്നെ അന്ന് സാക്ഷ്യം കേട്ടാണ്. ഇന്ന് അവന്റെ കൂടെ ആയിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അന്ന് ഒരു സൺഡേ മുഴുവൻ ചർച്ച് മുഴുവൻ കരഞ്ഞു. ഹല്ലേലൂയ. പാസ്റ്റർ ആമേൻ വാവിട്ട് കരഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിൽ. ആമേൻ കർത്താവ് നീ ഇന്ന് അവിടെ ഇറങ്ങുക. RCCയിലാണ് അവനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്. ആമേൻ ഹാലേലൂയ. നീ ഇന്ന് ഇവിടെ ഇറങ്ങാതെ ഇന്ന് പകല് നീ ഇന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഹാലേലൂയ. അപ്പൊ അന്ന് ചർച്ചിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചു. ചർച്ചിന്റെ ഇനോഗ്രേഷന്റെ സമയത്താണ് ആ വീഡിയോ ആയിരിക്കും പാസ്റ്റർ കണ്ടത്. ഹല്ലേലൂയ. ചർച്ചിന്റെ ഇനോഗ്രേഷന്റെ സമയത്ത് പാസ്റ്റർ ചോദിച്ച കർത്താവേ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയുമായിട്ട് ഞാൻ ആ ചർച്ചിലോട്ട് കയറണോ ആമേൻ എന്ന് ചോദിച്ച ആ സാഹചര്യത്തിനകത്ത് അന്നത്തെ ഒരു സൺഡേയിലെ പ്രാർത്ഥനയ്ക്കകത്ത് അവൻ അന്ന് കണ്ണു തുറന്നു. അവിടെ ICUലായിരുന്നു. ആമേൻ ഹാലെ മരിക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിനകത്ത് അന്ന് അവൻ അവിടെ കണ്ണു തുറന്നു. ഹാലേലൂയ. എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞു. ഹാലേലൂയ. അവിടുന്ന് അന്ന് അവൻ ഫുഡ് കഴിച്ചു. ഹാലേലൂയ. അന്ന് ദൈവം അവന്റെ മേലൊരു വിടുതൽ കൊടുത്തു. ഇന്ന് അവൻ ആ രോഗം അവന്റെ ശരീരത്തിലില്ല. 2 ക്യാൻസറുകളും അവന്റെ ശരീരത്തിൽ നിന്ന് മാറി. ഹാലേലൂയ. അവൻ ഇന്ന് +1 പഠിക്കുന്നു. അതുപോലെ തന്നെ ചർച്ചില് ആമേൻ ഹാലെ വർഷിപ്പ് ചെയ്യുന്നു. ഞങ്ങളോടുകൂടെ കീബോർഡ് വായിക്കുന്നു. ഹാലേലൂയ. ആമേൻ ഹാലേലൂയ. അവന്റെ കൂടെ ഞാനും ഇവിടെ ചെറിയൊരു വർഷിപ്പ് ലീഡറാണ്. ഹാലേലൂയ. ദൈവത്തിന്റെ സഹായത്താൽ ഹാലേലൂയ അങ്ങനെ ആയിരിക്കുവാൻ ദൈവാത്മാവ് സഹായിച്ചു. ആമേൻ ഹാലേലൂയ. അന്ന് കർത്താവിന്റെ കൃപയാൽ ഹാലേലൂയ ഇവന്റെ ട്രീറ്റ്മെന്റിന് അച്ഛനായിരുന്നു അവിടെ കുഞ്ഞിന്റെ കൂടെ ചേച്ചിയുടെ കൂടെ പെങ്ങളാണ്. അപ്പോൾ അവർ 2 പേരും കൂടെ അവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവനോട് കൂടെ അച്ഛൻ അവിടെ ദൈവം പണിതു. ഹാലേലൂയ. ആ സാഹചര്യത്തിനകത്ത് ആമേൻ ഹാലേലൂയ ഏകദേശം 1 വർഷത്തോളം അവന്റെ ട്രീറ്റ്മെന്റിനോടനുബന്ധിച്ച് RCCയിൽ അവിടെ ആയിരുന്നു. അവിടെ തന്നെ അവർ ഭവനം എടുത്ത് താമസിച്ചു. അന്നത്തെ കാലഘട്ടത്തിനകം കൊണ്ട് ദൈവം തന്നെ പണിത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. അന്ന് തന്നെ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി. ഹാലേലൂയ. അതിനകത്തുനിന്ന് പിന്നെ ഇവിടെ തിരിച്ചു വന്ന കുഞ്ഞിന് സൗഖ്യമായി ഇവിടെ തിരിച്ചു വന്നപ്പോൾ ആമേൻ തൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ആമേൻ ദൈവവേലയ്ക്ക് ഇറങ്ങി. ആ സാഹചര്യത്തിലാണ് ആമേൻ എനിക്ക് ഈ കല്യാണാലോചന വരുന്നത്. അപ്പോൾ ആമേൻ ഹാലേലൂയ കല്യാണാലോചന വന്നു കഴിഞ്ഞും ഹാലേലൂയ എനിക്കിപ്പം നേരത്തെ ഇവരെ ഈ ഫാമിലിയെ പരിചയമുണ്ട്. കാരണം ഒരു പെങ്ങള് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിന്റെ ഭാര്യയായിരുന്നു. ഒരു പെങ്ങളാണ് ഇവിടെ ഉള്ളത്. 2 പെങ്ങന്മാരാണുള്ളത്. അപ്പോൾ പാസ്റ്ററിന്റെ ഭാര്യയായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ പിന്മാറ്റത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ
ചർച്ചിൽ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആള് പ്രാർത്ഥനയ്ക്കൊന്നും ഇരിക്കത്തില്ല, ഏറ്റവും പുറകിൽ വന്നിരിക്കും. പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ആളെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ വെച്ച് എനിക്ക് കണ്ടു പരിചയമുണ്ട്, എനിക്ക് സംസാരിച്ച് അങ്ങനെ ഒന്നും പരിചയമില്ല. അപ്പൊ ഈ കല്യാണക്കാര്യം വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ അമ്മേനോട് പറഞ്ഞു, പുള്ളി ഭയങ്കര ഉഴപ്പനായിരുന്നില്ലേ, ഇനി എങ്ങനെ നമുക്കറിയത്തില്ല. അപ്പൊ അമ്മച്ചിയും എന്നോട് പറഞ്ഞു, എങ്ങനെയാന്ന് ശുശ്രൂഷയിൽ ഇറങ്ങി എന്ന് പറയുന്നു അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അങ്കിള് ഫാസ്റ്റർ ബിജു CX, അപ്പൊ അദ്ദേഹത്തിന് ഇവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്കിളിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു, നീ ഒന്നും നോക്കണ്ട, നീ അവനെ തന്നെ കല്യാണം കഴിക്കും, നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. അവനിപ്പോ ശുശ്രൂഷയിലാണ്, അവനെ ദൈവം അവിടെ വെച്ച് RCCയിൽ അവിടെ കൊണ്ടുപോയി ദൈവം അവനെ പണിത്, അവന്റെ സ്വഭാവമൊക്കെ മാറി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ബിജോങ്കള ആ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറൊന്നും നോക്കില്ല, ഞാൻ കണ്ണടച്ച് തീരുമാനമെടുത്തു. അല്ലെങ്കിൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചൊരു അപേക്ഷ, കർത്താവേ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല, ആമേൻ, ഹല്ലേലൂയ, കൊടുക്കുവാനുള്ള സാമ്പത്തികം ഒന്നുമില്ല. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറേഞ്ച് ആവണം, ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറേഞ്ച് ആവണമെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒരു പ്രാർത്ഥന വെച്ചു. ഹല്ലേലൂയ. അന്ന് ഒരു ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു നന്മ, ഹല്ലേലൂയ, അബ്രഹാമിന് ഇസഹാക്കിന് വേണ്ടി ആട്ടുകൊറ്റനെ കൊമ്പിൽ കുരുക്കിയിട്ടതുപോലെ നിനക്ക് വേണ്ടി ഒരു നന്മയെ ഞാൻ കുരുക്കിയിട്ടിട്ടുണ്ട്, നീ അത് പ്രാർത്ഥിച്ച് പ്രാപിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി വിവാഹം നടക്കണം, കാര്യങ്ങളെല്ലാം നടക്കണം, ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കണം. ഹല്ലേലൂയ. അന്ന് എന്നെ അറിയത്തുപോലും ഇല്ലാത്തൊരു ദൈവത്തിന്റെ ദാസൻ, ഹല്ലേലൂയ, ഖത്തറിലുള്ളതാണ്, എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല, ഞാൻ ആ പാസ്റ്റർ ഇതുവരെ കണ്ടിട്ടില്ല. ആ ദൈവദാസൻ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടിയിട്ട് ഹല്ലേലൂയ, വിവാഹത്തിന് വേണ്ടിയിട്ട് എന്റെ അങ്കിൾ മുഖേന 1,00,000 രൂപ എനിക്ക് അന്ന് ഫ്രീ ആയിട്ട് തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു, ദൈവം അത് പെട്ടെന്ന് അറേഞ്ച് ചെയ്തു. ഞങ്ങളുടെ വിവാഹം ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ആലപ്പുഴയിൽ വെച്ച് ഞങ്ങളോട് ആരൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ച സാഹചര്യത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു അവരെക്കാളെല്ലാം ശ്രേഷ്ഠമായിട്ട് എൻ്റെ വിവാഹം അവിടെ വെച്ച് നടക്കുവാൻ ദൈവാത്മാവ് സഹായിച്ചു. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അവിടെ വന്ന് കൂടി. ഹല്ലേലൂയ. അവർ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിവാഹം സംബന്ധിക്കുന്നത് അവർക്കും അത്ഭുതമാകത്തക്ക രീതിയിൽ ദൈവാത്മാവ് എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി അന്ന് അവിടെ ചെയ്തു തീർക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ, വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ശുശ്രൂഷയിലേക്ക് കയറി ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛന് വലിയ ശുശ്രൂഷയൊന്നും ആയിട്ടില്ല, താൻ ഇറങ്ങിയുള്ളൂ, വല്ല ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ നന്നായിട്ട് വാക്കുകൾ പറയുവാനോ പ്രസംഗിക്കുവാനോ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ തീരുമാനമെടുത്ത് ദൈവം, ഹല്ലേലൂയ, ഞങ്ങളെ ഉയർത്തുമെന്നുള്ളൊരു വലിയൊരു ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു, എന്ത് വന്നാലും ഒരു തീരുമാനം എടുത്ത് ആരുടെ മുമ്പിൽ കൈനീട്ടാൻ പോകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പൊ ജെയ്സി എന്ത് വന്നാലും എന്നോട് കൂടെ നിന്നോണം, നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ ശുശ്രൂഷയിൽ ഹല്ലേലൂയ മുന്നേറാൻ പോവാതെ. അങ്ങനെ ഞങ്ങള് 6 മാസത്തോളം കല്യാണം കഴിഞ്ഞിട്ട് പാസിന്റെ വീട്ടിലായിരുന്നു 6 മാസത്തോളം. പക്ഷെ നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങൾ ഒരു വീടെടുത്ത് താമസിക്കണമെന്ന് എത്രയും വേഗം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം നോക്കി. പക്ഷെ ഹല്ലേലൂയ, അന്നൊരു ഭവനം ഞങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം ഇവിടെ വേറെയും അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഷാജൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, അവരെ പോലെ തന്നെ നിങ്ങൾക്കും സപ്പോർട്ട് തരും, അവരെങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് വളരുക. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പ്രാർത്ഥിച്ച് വളരുക. പ്രാർത്ഥിച്ച് ഏത് കാര്യമാണ്, സാമ്പത്തികമാണേലും എന്താണേലും പ്രാർത്ഥിച്ച് പ്രാപിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് കൊടുക്കുന്നത് പോലെ സപ്പോർട്ടാണ് ഞങ്ങൾക്കും തന്നുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അന്നത്തെ സാഹചര്യത്തിനകത്ത് ഞങ്ങൾ കുറെ ഭവനം അന്വേഷിച്ച് നടന്നു, ഒരു ഭവനം കിട്ടിയില്ല. അങ്ങനെ കുറെ നാൾ 6 മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു ഭവനം കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ എത്രയും വേഗം മാറണമെന്നുള്ള ഒരു സാഹചര്യത്തിനകത്ത് ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നമുക്ക് മുന്നേറണം, അവരും ഫാമിലി ആയിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഒരു ഭവനം ഹല്ലേലൂയ, അന്ന് ഒരു ചെറിയ ഭവനം മുമ്പോട്ട് ഇറങ്ങിയാൽ ഒരാട്ടിൻ തൊഴുത്തായിരുന്നു. അതിന് പുറകിലൊന്നും സ്ഥലമില്ല. ഒരു ഭവനത്തിനകത്ത് ഒരു ചെറിയ മുറിയും ഒരു ബാത്റൂമും, അല്ലെങ്കിൽ 2 മുറികൾ. ഫ്രണ്ടിലോട്ട് നമുക്ക് കാല് വെക്കാൻ പറ്റത്തില്ല, കോഴി ബഹളം ഭയങ്കര. അന്നത്തെ സാഹചര്യത്തിനകത്ത് അതില് അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇതിന്ന് തുടങ്ങാം, ദൈവം നമ്മളെ ഉയർത്തുമെന്നുള്ള ഒരു ഉറപ്പിൽ ഞങ്ങൾ അന്ന് അവിടെ തുടങ്ങി.
ആ സാഹചര്യത്തിന് വളരെ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു 1.5 വർഷമായി ഞങ്ങൾക്ക്. അപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കുഞ്ഞുങ്ങളും ആകുന്നില്ല. അപ്പോൾ അതിന്റെ ഒരു ടെൻഷനും എല്ലാം കൂടെ ആ ഭവനത്തിനകത്തായിരുന്നു ഞങ്ങൾ അന്ന്. ആമേൻ. ഞങ്ങളുടെ കൂടുതൽ വേദനകളെല്ലാം ആ ഭവനത്തിനകത്ത് ആമേൻ ഹാലിൽ ഞങ്ങൾ തീർത്തപ്പോൾ അന്ന് ചാച്ചനും അമ്മച്ചിയും, ചാച്ചൻ ജോലിക്ക് പോകുന്നുണ്ട്, അച്ഛച്ചന്റെ ചാച്ചൻ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തീരുമാനമെടുത്ത് അവരോടൊന്നും ചോദിക്കത്തില്ല എന്ത് സാഹചര്യം വന്നാലും. അപ്പോൾ അവരൊരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം ഭയങ്കര ഒരു കുന്നിന്റെ പൊക്കത്ത് കയറി പോണം. അപ്പൊ അന്ന് അമ്മച്ചിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഭയങ്കര അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം. ഈ സാഹചര്യത്തിനകത്താണോ നിങ്ങൾ കിടക്കുന്നതെന്ന് പറഞ്ഞ ഭയങ്കര വിഷമമായി. ഹല്ലേലൂയ. അന്ന് അതിനകത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ വഴി നടത്തി. ഒരു ദിവസം ഒന്നുമില്ല, എല്ലാം ആമേൻ പൈസ ഒന്നുമില്ല. അന്ന് അച്ഛനെ പ്രാർത്ഥിക്കാൻ ഉള്ള ഇതൊന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ ഒരു രീതിയിലോട്ട് വരുന്നതേ ഉള്ളൂ. ആമേൻ ഹാലിൽ ആരും പ്രാർത്ഥിക്കാനോ പൈസ തരുവാനോ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ അന്ന് കഴിഞ്ഞു പോകുന്നത്. ഹാലിൽ ഒരു ദിവസം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. ആമേൻ കഴിക്കുവാൻ ഫുഡ് വാങ്ങിക്കാൻ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ചോദിച്ചാൽ പൈസ തരും. ആമേൻ ഹാലിൽ അച്ഛൻ്റെ വീട്ടിലും ചോദിച്ചാൽ തരും. പക്ഷേ ഞങ്ങളെടുത്ത തീരുമാനം, ദൈവം ഞങ്ങളെ വിളിച്ചെങ്കിൽ, ദൈവം ഞങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തെങ്കിൽ ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. അച്ഛനോട് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞു ദൈവം കരുതുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ അമ്മ ചർച്ചിലോട്ട് പോകുന്നു. ഞാൻ വീടിനകത്തിരുന്നു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ചർച്ചിനകത്ത് വന്നിരുന്നു താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നീ ആ വചനം തന്നെ ഹല്ലേലൂയ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ ഒരു ഞങ്ങളുടെ ചർച്ചിന്റെ താഴെ സൺഡേ സ്കൂള് താഴെയായിട്ട് ഒരു റൂമുണ്ട്. അതിനകത്ത് കയറിയെന്ന് താൻ ഈ വചനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആരും പ്രാർത്ഥിക്കാനും ഇല്ല. പ്രാർത്ഥിക്കാൻ വന്നാൽ തരാനും ഉള്ള സാഹചര്യം ആരും അങ്ങനെ വരത്തില്ലെന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നെങ്കിലും യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് ഏകദേശം എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് അച്ഛന് അറിയില്ല. കുറെ തവണ ഇങ്ങനെ പറഞ്ഞിട്ട് ആമേൻ ഹാലേലൂയ ഉച്ചയായപ്പോൾ അവിടെ ഇരുന്ന് എപ്പോൾ തോന്നി തൻ്റെ പേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്യാൻ, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് അടുക്കി പെറുക്കണമെന്ന് തോന്നി. അങ്ങനെ എടുത്ത് നോക്കിയപ്പം അതിൻ്റെ അകത്ത് പൈസ വെച്ചതായിട്ട് അച്ഛന് ഒരു ഓർമ്മയുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഇതെല്ലാം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഇടക്ക് ചെറിയൊരു ഡ്രോയ്ക്കകത്ത് ഒരു 500 രൂപ ഇരിക്കുന്നു. ഹല്ലേലൂയ. അന്ന് അച്ഛനുണ്ടായ സന്തോഷം, നമ്മൾ ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പൈസ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. ഹല്ലേലൂയ. അച്ഛന് അന്ന് ആമേൻ കടയിൽ ചെന്ന് ഒരു ചെറിയ പാക്കറ്റ് ആമേൻ ആട്ടപ്പൊടി എടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പറഞ്ഞു, എടാ 500 രൂപ എന്നിട്ട് നീ ചെറിയ പാക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ വീട്ടിൽ വന്നപ്പോൾ വലിയ പാക്കറ്റ് ആട്ടപ്പൊടിയുമായിട്ടൊക്കെ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് പൈസ കിട്ടി, ആര് തന്നു, എങ്ങനെയാ അന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ദൈവം കരുതി. പിന്നെ അവനെ ദൈവം നൂലുകെട്ട് ഇറക്കി തന്നോന്ന് ഞാൻ അന്ന് ചോദിച്ചു. പക്ഷെ അച്ഛനുണ്ടോ, അതെ ദൈവം എനിക്ക് നൂലുകെട്ട് ഇറക്കി തന്നാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ ഒരു ഉറവ ദൈവം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ച് സാമ്പത്തികമായിക്കൊള്ളട്ടെ എന്ത് വിഷയമായിക്കൊള്ളട്ടെ, നമ്മൾ പ്രാർത്ഥിച്ചൊരു വാതിൽ തുറന്നാൽ ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി അത് തുറന്നാൽ പിന്നെ ഉലകത്തിലെ ഒരു ശക്തിക്കും അതിനെ അടക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആരൊക്കെ എഴുന്നേറ്റാലും ദൈവം തുറന്നതാണോ അത് അടക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവം അന്ന് ഞങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ ഒരു ഉറവ തുറന്നു. അത് ഇന്ന് വരെയും ഞങ്ങളോട് കൂടെ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ കുഞ്ഞില്ലാതെ ആമേൻ ഹല്ലേലൂയ എനിക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓവേറിയൻ സിസ്റ്റ് ഉണ്ട്. അപ്പോൾ PCOD ആണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പോയി. കുറെ നാള് അതിന് അതിന്റെ ചെലവൊക്കെ ഭയങ്കര എമൗണ്ടാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഉള്ളതൊക്കെ കൊണ്ട് ഒപ്പിച്ചു. വേറെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഫുഡൊക്കെ ആണെങ്കിൽ ഒരു മീൻ വാങ്ങിച്ച് ഞാൻ ചൂടാക്കി കുറച്ചേ കഴിച്ച് അതിനകത്തുനിന്ന് മെച്ചം പിടിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് PCOD ഉള്ളതുകൊണ്ട് ഹാലിലെ കാര്യങ്ങളൊന്നും ക്രമമായി നടക്കുന്നില്ല. ദൈവത്തിന്റെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അതിന്മേലൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല. 2 വർഷത്തോളം ആകാനായപ്പം അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെന്റിന് ചെന്നു. ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അതിലൊന്നും ഒരു റിസൾട്ട് കണ്ടില്ല. ഞങ്ങളുടെ പൈസ പോകുന്നതല്ലാതെ ആമേൻ ഹല്ലേലൂയ അതിനകത്തൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കാണുവാൻ കഴിഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ഏകദേശം ഒരു 7-8 മാസത്തോളം ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള ആമേൻ ഹല്ലേലൂയ ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്തിട്ടും അതിനകത്തുനിന്ന് റിസൾട്ട് കാണാതെ ആയപ്പോൾ ഞങ്ങളുടെ മനസ്സും അടുത്തു. ആമേൻ ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു, ഇനി നിർത്തിക്കോ, ഇത് പരിപാടി നിർത്തിക്കുക, കാരണം നമ്മളുടെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
ഹാലേലൂയ സാഹചര്യങ്ങൾ വഷളാകുന്നതല്ലാതെ ഇതിനകത്തൊരു വിടുതലുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, ദൈവത്തിന് തരാനാണെങ്കിൽ ദൈവം തരട്ടെ. അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ, അത് അമ്മേ നമ്മെ ദൈവത്തിന്റെ ഹിതം എന്തോ അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ ആമേൻ. അപ്പോൾ അന്ന് ഞാൻ ഓർക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങളിവിടെ ചർച്ച, ഞാൻ പറഞ്ഞ പോലെ ഭൂത ശുശ്രൂഷ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഒരു ഭൂതം ഇളകിയപ്പം ആ വ്യക്തിയിൽ ഇളകിയ പൈശാചിക ശക്തി എന്റെ പേരെടുത്തിട്ട് പറയുക, അവക്ക് ഞാൻ കുഞ്ഞിനെ കൊടുക്കത്തില്ല, അവളുടെ കുഞ്ഞിനെ ഞാൻ അവൻ വന്നാൽ ഹല്ലേലൂയ അവൻ വലിയ ദൈവപ്രവർത്തിക്കുള്ള കുഞ്ഞിനെ ഞാൻ അവക്ക് കൊടുക്കത്തില്ല, ആ കുടുംബത്തിന് ഞാൻ കുഞ്ഞിനെ കൊടുക്കത്തില്ലെന്നും പറഞ്ഞ് ഈ പൈശാചിക ശക്തി ഞങ്ങളെക്കൊണ്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു ദേവദാസൻ അന്ന് അവിടെ ശുശ്രൂഷിച്ച ആ ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ആമേൻ. ഒരു പൈശാചിക ശക്തിയാണ് ഇതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾ അതിന്റെ മേൽ ഒരു ജയം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് എല്ലാം അവസാനിപ്പിച്ചു, ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തി, ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ചു. ഇനി വരുന്നത് പോലെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. ഒരു ദിവസം പ്രതീക്ഷയൊന്നുമില്ല, ഞങ്ങള് ആമേൻ ഹല്ലേലൂയ പാമ്പാടിക്ക് പ്രാച്ചന് ശുശ്രൂഷയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മീറ്റിങ്ങുകളൊക്കെ കിട്ടാൻ തുടങ്ങി, പുറത്തുപോയി ശുശ്രൂഷിക്കാൻ തുടങ്ങി, ഭൂതങ്ങളുടെ മേലൊക്കെ അധികാരം വെളിപ്പെടാൻ തുടങ്ങി, ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷ വെളിപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് പാമ്പാടിക്കപ്പുറം ഹല്ലേലൂയ പള്ളിക്കത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ചു. അന്ന് പ്രാർത്ഥനയ്ക്ക് അവിടെ ചെന്ന് അന്ന് അച്ഛച്ചനിലൂടെ ദൈവം പറഞ്ഞു, ആമേ ഒരു ദൈവവചനമായിരുന്നു. ഹല്ലേലൂയ ആമേ, ഞാൻ ഹല്ലേലൂയ ആമേ സാറയോട് പറഞ്ഞിരുന്നത് പോലെ ഞാൻ അവളെ സന്ദർശിക്കും, ഞാൻ അവൾക്ക് വാഗ്ദത്തം ചെയ്തത് അവൾക്ക് നിവർത്തിച്ചു കൊടുക്കും. ഈ വചനം താൻ അവിടെ ശക്തമായി ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. ഞങ്ങളുടെ മുമ്പിൽ എന്ന സാഹചര്യമൊന്നുമില്ല ആമേൻ ഹല്ലേലൂയ, എങ്കിലും ആമേ ഞാനത് വിശ്വസിച്ചു. കർത്താവേ, നീ എന്നെ സന്ദർശിക്കുന്ന ദിവസമായി ആമേ ഇത് മാറട്ടെ, ഇന്നത്തെ ദിവസം മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ വന്നിട്ട് അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ആ സ്ഥലത്ത്. അവിടെ കുന്നും മലയും എല്ലാം കയറി ഞാൻ നടന്നു. ആമേൻ ഹല്ലേലൂയ. അവിടെ എല്ലാം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ എല്ലാ സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒന്ന് ചെക്ക് ചെയ്യാന്നും പറഞ്ഞ് ഞാൻ ജസ്റ്റ് എപ്പോഴും ചെക്ക് ചെയ്ത് മടുത്തു. എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അത് വാങ്ങിച്ച് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അന്ന് രാവിലെ ഞാൻ ഓർക്കുന്ന ഒരു സൺഡേ, ശനിയാഴ്ച ഞങ്ങൾ മീറ്റിങ്ങിന് പോയി, പിറ്റേ ദിവസം സൺഡേയാ. അപ്പൊ സൺഡേ രാവിലെ ഞാൻ ഓർത്തുന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ, ഒട്ടും പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷയില്ലാതെ ഞാനന്ന് രാവിലെ ഇപ്പൊ ഞങ്ങൾക്ക് 7 മണിക്ക് ആരാധന തുടങ്ങും, 7 മണിക്ക് വർഷിപ്പ് തുടങ്ങും. അപ്പോൾ 6:30 ആകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാനന്ന് റിസൾട്ട് നോക്കിയിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് പിന്നെ കുറെ നേരം പോയി കറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് വന്ന റിസൾട്ട് ഞാൻ നോക്കത്തുള്ളൂ. അപ്പൊ ഞാനന്ന് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, ഇങ്ങനെ വന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തലേ ദിവസം ഞങ്ങൾ പറഞ്ഞ വാഗ്ദത്ത വചനം ദൈവം പിറ്റേ ദിവസമായപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുത കരമാണ് എന്നെ ചലിച്ചത്. ഒരു സാഹചര്യവും ഇല്ലെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതകരം എനിക്ക് വേണ്ടി ചലിച്ചു. അന്നൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായി. ഹല്ലേലൂയ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉള്ളവർക്ക് ആമേൻ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ഷുഗർ ഉണ്ടാകും, അങ്ങനെ പല അസ്വസ്ഥതകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ എൻ്റെ ശരീരത്തിനകത്ത് ഒരു അസ്വസ്ഥതയും എനിക്കുണ്ടായിരുന്നില്ല. ആമേൻ ഹല്ലേലൂയ. ഛർദിലോ അങ്ങനെ ഒരു അസ്വസ്ഥതയും എൻ്റെ ശരീരത്തിൽ ഞാൻ ഫീൽ ചെയ്തില്ല. ഞാൻ വിശ്വസിക്കും ദൈവത്തിന്റെ ഒരു അത്ഭുതമായിരുന്നു എൻ്റെ കുഞ്ഞ്. ഹല്ലേലൂയ. അവനെ ആമേൻ ഹല്ലേലൂയ സുഖപ്രസവമായി അവനെ ഞാൻ 2018 ഓഗസ്റ്റ് 28 അവനെ പ്രസവിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹല്ലേലൂയ അവനെ എനിക്ക് ദൈവം പേര് തന്നു, അവന് ബസലേൽ എന്ന് പേരിടണം. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ജ്ഞാനമുള്ള കുഞ്ഞായി വളരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ആലോചന പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഉദരത്തിൽ അവനായിരിക്കുമ്പോൾ തന്നെ അവനെ ബസലേൽ എന്ന് വിളിക്കുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നല്ലൊരു ആമേൻ ഹല്ലേലൂയ ആൺപൈതലിനെ ആമേൻ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് അവൻ. ഹല്ലേലൂയ. ആ കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആയിരുന്ന സാഹചര്യങ്ങളെല്ലാം പെട്ടെന്നാണ് മാറിയത്, എനിക്കറിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ ആമേൻ ശുശ്രൂഷയിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. അച്ഛനെ ദൈവം ശുശ്രൂഷയിലും
ഓരോ പടിപടിയായിട്ട് വളർത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് അവൻ ജനിച്ച ആ വർഷം ഹല്ലേലൂയ ചർച്ചിൽ സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ അച്ഛൻ തുടങ്ങി. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ വലിയ ദൈവ പ്രവർത്തികൾ തന്നിലൂടെ ദൈവാത്മാവ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ ഞങ്ങളുടെ ചർച്ചിൽ ഹല്ലേലൂയ പാസ്റ്റർ ഇല്ലാത്ത സമയത്തെല്ലാം പാസ്റ്റർ ഇപ്പോൾ അമേരിക്കയിലായിരുന്നു 1 മാസത്തോളം. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചർച്ചിന്റെ ആത്മീയപരമായ എല്ലാ കാര്യങ്ങളും അച്ഛനിലൂടെ ദൈവാത്മാവ് ചെയ്യുവാൻ അത്രയ്ക്കും ദൈവാത്മാവ് തന്നെ കൊണ്ടുവരുവാനിടയായി തീർന്നു. അതുപോലെ ഞങ്ങൾ കിടന്ന ആ വീടിന്റെ സാഹചര്യങ്ങൾ ദൈവാത്മാവ് മാറ്റി. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആലപ്പുഴയിൽ ഭവനം ഉണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴയിലെ ഭവനം വിറ്റ് ഹല്ലേലൂയ ഇവിടെ മണർകാട് നല്ലൊരു ഭവനം, ഏറ്റവും ശ്രേഷ്ഠമായ നല്ലൊരു ഭവനം ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കുവാനിടയായി തീർന്നു. അതിന്റെ പണിയുമെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ഹല്ലേലൂയ വഴികൾ തുറന്നത് ഞങ്ങൾ. ഹല്ലേലൂയ കർത്താവേ, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കും? ഹല്ലേലൂയ പൈസ തീർന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഹല്ലേലൂയ നമ്മളെ അറിയാത്ത വ്യക്തികളിലൂടെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ എല്ലാം ദൈവാത്മാവ് ഞങ്ങൾക്ക് അതിനുവേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി നല്ലൊരു ഭവനത്തിൽ ഹല്ലേലൂയ. അന്ന് ഞാൻ എത്രയും കഷ്ടപ്പെട്ടോ അത്രയും സന്തോഷിക്കത്തക്ക രീതിയിൽ നല്ലൊരു ഭവനം ഈ കോട്ടയം പട്ടണത്തിനകത്ത് ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ നോക്കിയാൽ ഓരോ സാഹചര്യത്തിനകത്തും എത്രയൊക്കെ കർത്താവിനെ നന്ദി പറഞ്ഞാലും ദൈവത്തിന് മതി വരത്തില്ല. ഞാൻ ചെറിയടവ് ചർച്ചിലായിരുന്നപ്പോൾ അവിടെ 30 വിശ്വാസികളുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരു പാരമ്പര്യം കെട്ടപ്പെട്ട സ്ഥലമാണ്. അവിടെ വിശ്വാസികൾ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ 30 വിശ്വാസികളുള്ളൂ. അവിടെ ഞങ്ങളുടെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ വർഷിപ്പ് ചെയ്യണം. അന്ന് ഹല്ലേലൂയ എല്ലാ സൺഡേയും എനിക്കറിയാവുന്നത് പോലെ ഞാൻ അവിടെ വർഷിപ്പ് ചെയ്യുമായിരുന്നു. നേരത്തെ ചെന്ന് തലേദിവസം ചെന്ന് പ്രാക്ടീസ് ചെയ്ത് ഒരു കുഞ്ഞുണ്ട്, അവനും കീബോർഡ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാനും അവനും കൂടി ചെന്ന് പ്രാക്ടീസ് ചെയ്ത് എല്ലാ സൺഡേയും ഞാൻ അവിടെ വർഷിപ്പ് ചെയ്യുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ അന്ന് എൻ്റെ കല്യാണത്തിന് എൻ്റെ പാസ്റ്ററിന്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്നെ കുറിച്ച് കുറച്ച് പറയണം, ഞാൻ വർഷിപ്പ് ചെയ്യും, അപ്പൊ ഇവിടെ വന്നിട്ട് വർഷിപ്പ് ചെയ്യിപ്പിക്കണോന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പാസ്റ്റർ ഇരുന്നു. പക്ഷെ അന്ന് പാസ്റ്ററിന് അവസരം കിട്ടിയില്ല പറയാൻ വേണ്ടിയിട്ട്. എല്ലാം ദൈവ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഹല്ലേലൂയ വേറെ 2 ചർച്ചുകൾ, ഇവിടുത്തെ ചർച്ചും പിന്നെ അച്ഛൻ്റെയൊക്കെ മാതൃ ചർച്ചും ആ ചാച്ചനും അമ്മച്ചയൊക്കെ കൂടുന്ന അവര് കൂടിയ കല്യാണമൊക്കെ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പാസ്റ്ററിന് ഒരു അവസരം ഹല്ലേലൂയ അന്ന് ലഭിക്കാതെ പോയതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സമയപ്പോൾ എൻ്റെ കുഞ്ഞിനെ 3 മാസം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ വർഷിപ്പ് ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിഷൻ നടന്നു. ഹല്ലേലൂയ അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ നോക്കണോന്ന്. അച്ഛൻ പറഞ്ഞു, ജസ്റ്റ് കയറി നോക്ക്. അപ്പൊ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റാ. അന്ന് ഓഡീഷന്റെ അകത്ത് ഞാൻ വന്ന് വർഷിപ്പ് ചെയ്തു. അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി. ഹല്ലേലൂയ. അന്ന് മുതൽ ഹല്ലേലൂയ ഇന്ന് വരെ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തെ പാടി മഹത്വീകരിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഹല്ലേലൂയ ഇന്ന് ഏകദേശം 1500ഓളം വിശ്വാസികൾ ഞങ്ങളുടെ ചർച്ചിൽ കൂടി വരുന്നുണ്ട്. അവിടെ കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പാടുവാൻ വലിയൊരു ഭാഗ്യം അന്ന് അവിടെ നിന്നത് ദൈവം കണക്കിട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ദൈവം അത് വിട്ടുകളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ അതെല്ലാം കണക്കിട്ട് നമുക്ക് വേണ്ടി 100 മടങ്ങ് പ്രതിഫലം തരുന്നൊരു ദൈവത്തെയാ ഹല്ലേലൂയ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ അന്ന് അവിടെ പാടി ഇവിടെ മതിവരുവോളം ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ അനേക ജനത്തെ വർഷിപ്പ് ലീഡ് ചെയ്യുവാനൊക്കെയും ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചന് കഴിഞ്ഞ് പെട്ടെന്ന് ഹല്ലേലൂയ ഹാർട്ടിന് ഒരു വിഷമം ഉണ്ടായി. സാധാരണ താൻ രാത്രി പണിക്ക് പോയി രാവിലെ വരും, വെള്ളത്തിൽ ഒറ്റക്ക പണിക്ക് പോകുന്നത്. ആ സാഹചര്യത്തിന് അകത്ത് ഹല്ലേലൂയ അവിടെ വെച്ച് നെഞ്ചുവേദന വന്നു കഴിഞ്ഞ വെള്ളത്തിൽ വീണു പോകത്തേ ഉള്ളൂ, ആരും അറിയത്തില്ല. എന്നാൽ അതിനകത്തും ദൈവാത്മാവ് വലിയൊരു വിടുതൽ കൊടുത്തു. താൻ ഭവനത്തിൽ ഇരിക്കുമ്പോഴാണ് തനിക്ക് പെട്ടെന്ന് വേദന ഉണ്ടായത്. ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ അവിടെ ഹല്ലേലൂയ സാഹചര്യം ഒന്നുമില്ല. നല്ല പൈസ വേണം അതിന് വേണ്ടിയിട്ട്, ഓപ്പറേഷന് വേണ്ടിയിട്ട്. അന്നത്തെ സാഹചര്യത്തിനകത്ത് ഹല്ലേലൂയ എൻ്റെ പ്രസവത്തിന്റെ സമയത്ത് അമ്മയ്ക്ക് ഒരു ജോലി വന്നു. അമ്മ അപ്പൊ അത് വേണ്ടെന്ന് വെച്ചതാ, കാരണം എന്നെ നോക്കാനുള്ള കാര്യങ്ങൾ കൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. പിന്നെയും അത് കഴിഞ്ഞിട്ട് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ അമ്മേനെ പിന്നെയും വിളിച്ചു, ആന്റി തന്നെ അവിടെ. അപ്പൊ അമ്മ നേരത്തെ ഒരു പ്രാവശ്യം അവിടെ ചെന്നിട്ടുള്ളതുകൊണ്ട് ആന്റി തന്നെ അവിടെ ജോലിക്ക് വരണമെന്നും പറഞ്ഞു, മസ്റ്റായിട്ട് അങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അമ്മ അവിടെ ചെന്നു. അവിടെ ESA കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പച്ചന് ഈ ബൈപ്പാസ് സർജറിയുടെ സമയത്ത് ഹല്ലേലൂയ
ഹാലലൂയ. ആമേൻ. അവിടെ ISAയുടെ ഇതുമൂലം ഫ്രീ ആയിട്ട് ആസ്റ്റർ മെഡിസിറ്റി ഏറ്റവും വലിയ ഹോസ്പിറ്റലിനകത്ത് ആ ട്രീറ്റ്മെന്റ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു. ഹാലലൂയ. അന്ന് അമ്മച്ചി ഭയങ്കരമായിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ആമേൻ ഹാലലി എന്ത് പ്രാർത്ഥന വന്നാലും എന്ത് ആരൊക്കെ ചർച്ചിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഫുഡെല്ലാം അമ്മച്ചി അത് ചെയ്തു കൊടുക്കാൻ ഏൽക്കുമായിരുന്നു. ഹാലലൂയ. ഞങ്ങൾക്കൊന്നും അന്ന് ആമേൻ ഹാലലൂയ എല്ലാവരും പോയി കഴിഞ്ഞ് ലാസ്റ്റേ ഞങ്ങൾക്ക് തരത്തുള്ളൂ. ദൈവത്തിന്റെ കാര്യം കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെല്ലാം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുക. അമ്മ അന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഹാലലൂയ. അനേകർ ആമേൻ ഇന്ന് ഞങ്ങളെ ക്ഷണിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ആമേൻ അത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആമ ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ആമ പറഞ്ഞാൽ തീരാത്തത്രം അനുഭവങ്ങളെ ദൈവാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തരുവാനിടയായി തീരുന്നു. ഹാലലൂയ. ദൈവകരങ്ങളിൽ ആമേൻ ഹാലലൂയ. എന്റെ എളിയ സാക്ഷ്യം ഇതാണ്. ആമേൻ ഇത്ര നാള് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. പറയുവാനൊന്നുമില്ല, പ്രശംസിക്കുവാനൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഒരു പാട്ട് പാടി ഈരടി പാടി ദൈവത്തെ സ്തുതിച്ചിട്ട് ആമേൻ ഹാലെ ഞാനത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹാലലൂയ. ഹാലലൂയ. സുന്ദരനേ പരിശുദ്ധനേ ഉയർന്നവനേ യേശുവേ, സുന്ദരനേ പരിശുദ്ധനേ ഉയർന്നവനേ യേശുവേ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനേ എൻ ജീവന്റെ ആധാരമേ, ശാരോനിന്റെ പനിനീർ പുഷ്പമേ, അങ്ങേ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനേ എൻ ജീവന്റെ ആധാരമേ, ശാരോനിന്റെ പനിനീർ പുഷ്പമേ, അങ്ങേ ഞാൻ കണ്ടെത്തിയേ, സുന്ദരനേ പരിശുദ്ധനേ ഉയർന്നവനേ യേശുവേ, സുന്ദരനേ പരിശുദ്ധനേ ഉയർന്നവനേ യേശുവേ, അങ്ങേ കാണണം, ആ സാന്നിധ്യമറിയണം, അതൊന്നു മാത്രം എന്നാശയേ, അങ്ങേ കാണണം, ആ സാന്നിധ്യമറിയണം, അതൊന്നു മാത്രം എന്നാശയേ, അഴകാനവർ തൂയവരേ ഉയർന്നവരേ എന്നൻപേ, അഴകാനവർ തൂയവരേ ഉയർന്നവരേ എന്നൻപേ, ശോഭാപൂർണ്ണ സാരോനിൻ റോജയേ എൻ ഹൃത്തിൻ വാഞ്ചയേ, അങ്ങേക്കാരാധന ശോഭാപൂർണ്ണനേ
സാരോനിൻ റോസയേ എൻ ഹൃത്തിൻ വാഞ്ചയേ അങ്ങേക്കാരാധന എൻ യേശുവേ എൻ ജീവനേ എൻ നാഥനേ ആരാധന എൻ പ്രാണനേ എൻ സ്വന്തമേ എൻ തോഴനേ ആരാധന എൻ യേശുവേ എൻ ജീവനേ എൻ നാഥനേ ആരാധന എൻ പ്രാണനേ എൻ സ്വന്തമേ എൻ തോഴനേ ആരാധന എൻ യേശുവേ എൻ ജീവനേ എൻ നാഥനേ ആരാധന എൻ പ്രാണനേ എൻ സ്വന്തമേ എൻ തോഴനേ ആരാധന. ഹല്ലേലൂയ. ഇത്ര നേരം അവസരമൊരുക്കിയ പ്രിയ അഭിഷിക്തനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. കർത്താവിനെ മാനിക്കുന്നവരെ കർത്താവ് മാനിക്കും, അല്ലേ? അതാണ് ആ സാക്ഷ്യത്തിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ. അമ്മ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി. സാധാരണ പശ്ചാത്തലം, നിങ്ങൾ രണ്ടുപേരുടെയും പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സാധാരണ പശ്ചാത്തലം. ഒരു കൊച്ചിയിലെ തീരദേശത്തു നിന്നുള്ള ഒരു അച്ഛന് പിതാവ് ഒറ്റയ്ക്കായിരുന്നു വള്ളത്തിലൊക്കെ പോകുന്നത്, അല്ലേ? അതെ അതെ, ഒറ്റയ്ക്കാ പോകും. ഒറ്റയ്ക്ക് വള്ളം, ഞാൻ ആ രംഗം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഒരു ചെറിയ വള്ളത്തില് മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആ ഒരു അനുഭവങ്ങളൊക്കെ. കർത്താവിന് സ്തോത്രം. ഹസ്ബൻഡ് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ ഹോളിന് കൽപ്പണിക്ക് അല്ലെങ്കിൽ തേക്കാനൊക്കെ വന്നതാ. പക്ഷെ അതെ ദൈവം അതെ ജീവിതത്തെ മാറ്റിയെടുത്തു. ആമേൻ. അപ്പൊ ദൈവം എങ്ങനെയാണ് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത്, എങ്ങനെയാണ് കർത്താവ് വ്യക്തികളെ ഉപയോഗിക്കുന്നത്, ഇതിനൊക്കെ ഒത്തിരി നല്ല ഒരു 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 മാതൃകയാണ്, ഉദാഹരണമാണ് പ്രിയ ജീസസിന്റെ സാക്ഷ്യം. ആങ്ങള UK-യിലുണ്ടെന്ന്. UK-യില് പിന്നെ ആങ്ങളുടെ പേരെന്തുവാ? ജയ്മോൻ. ചെയ്മോൻ. അവരെ കുടുംബമായിട്ട് അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, അല്ലേ? അതെ അതെ അപ്പൊ അതെ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും അമ്മയുടെ ആങ്ങളമാരാണെങ്കിലും അതെ അതെ, പാസ്റ്ററുടെ കുറെ പേര് സഹോദരി ശുശ്രൂഷയിലുണ്ട്. എല്ലാവരും പാസ്റ്റേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ശുശ്രൂഷയിലാണ്. അതെ ദൈവം അതെ അതെ, അത് തന്നെ എത്ര ദൈവത്തിന് വലിയൊരു വലിയൊരു, ഭാഗ്യമായിട്ട് ഞാൻ പിന്നെ അത് വലിയ കണക്കാക്കുന്നു. ഭാഗ്യമാണ് കർത്താവിന്റെ വേലയിൽ നമ്മൾ തന്നെയല്ല അമ്മാച്ചന്മാര് കർത്താവിന്റെ വേലക്കാര്. നമ്മൾ അതെ അതെ വിവാഹം കഴിച്ച് വന്ന കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലെല്ലാം ആമേൻ. കർത്താവിന്റെ വേലയില് കർത്താവ് ശക്തമായിട്ട് ഇനിയും വരുന്ന കാലങ്ങളിൽ ഉപയോഗിക്കട്ടെ. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഗാനമായിരുന്നു. നല്ല നന്നായിട്ട് ബ്ലെസ്ഡ് വോയിസ് ആണ് കർത്താവ് തന്നിരിക്കുന്നത്. വർഷിപ്പ് ലീഡ് ചെയ്യാന്ന് പറഞ്ഞാലേ അത് ഒരു അനോയിന്റിങ് ആണ്, അതൊരു അഭിഷേകമാണ്. നമ്മള് പാട്ടുപാടാൻ കഴിവുള്ള ഒത്തിരി ആയിരക്കണക്കിന് ആളുകളുണ്ടാകും, അല്ലേ? ഉണ്ട്. പക്ഷെ പാട്ടുപാടാൻ കഴിവുള്ളവർ ഒരു പക്ഷേ സ്റ്റേജിൽ കയറി പാട്ട് പാടിയാൽ അത് വർഷിപ്പ് ആകണമെന്നില്ല. വർഷിപ്പ് ലീഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരു അഭിഷേകമാണ്. ആമേൻ. നമ്മള് വാ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ശബ്ദത്തിലൂടെ ഒരു അനോയിന്റിങ് ജനത്തിന്മേൽ വ്യാപരിക്കുക. ഞാൻ കീബോർഡ് വായിക്കുന്ന 8 മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടിരുന്നപ്പം ഒരു കൺവെൻഷന് ലീഡ് ചെയ്യുവാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി. അപ്പോൾ എല്ലാരും പറഞ്ഞു എങ്ങനെ ചെയ്യും ഇത്, കുഞ്ഞിനെ ചുമന്നുകൊണ്ട് 8 മാസം. അപ്പൊ അടുത്ത് 8:30 ആ സമയമായി. ആ സമയത്തും ദൈവത്തിന് വേണ്ടി ഒരു കൺവെൻഷനിൽ പാടുവാൻ ഞങ്ങളുടെ ചർച്ചിന്റെ തന്നെ ഒരു ഇതില് ലീഡ് ചെയ്യുവാൻ ദൈവാത്മാവ് ഒരു അവസരം എനിക്ക് ഒരുക്കി. വലിയ ആമേൻ. ഭാഗ്യമായി ഞാൻ അതിനൊക്കെ കാണുന്നു. ദൈവത്തിന്റെ Praise the വലിയ കൃപയെന്നല്ലാതെ വേറെ ഒന്നും പറയുവാനില്ല. നമുക്കൊന്നും ഒന്നും പ്രശംസിക്കുവാനില്ല. ദൈവത്തിന്റെ കൃപ, ദൈവം നിർത്തിയാലേ എനിക്കറിയാം ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ വെറും ബിഗ് സീറോയാണെന്ന് എനിക്കറിയാം. എപ്പോ ദൈവ സാന്നിധ്യമുണ്ടോ അതിനകത്ത് നമുക്ക് വലിയൊരു ആത്മധൈര്യവും ശക്തിയും ദൈവാത്മാവും നമ്മളെ പകരുവാൻ ഇടയായി. അതെ, ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ എനിക്കറിയാം ഈ അമേരിക്കയിലെ ബ്രോൺസ്വില്ലി റിവൈവലൊക്കെ നടക്കുമ്പോൾ അവിടെ കീബോർഡൊക്കെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര അനോയിന്റിങ് ജനത്തിന്മേൽ വരിക. പാട്ടൊന്നും പാടുന്നില്ല, ജസ്റ്റ് കീസ് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ജനത്തിന്മേൽ അനോയിന്റിങ്, അഭിഷേകം ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ നമ്മള് അഭിഷക്തനായ ഒരാൾ വായിക്കുന്ന കീബോർഡ് വായനയിൽ പോലും ഒരു അനോയിന്റിങ് ഉണ്ട്. പാട്ട് പാടി തുടങ്ങണ്ട, അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഉത്സാഹിപ്പിക്കാറുണ്ട്. അവർ വായിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ മേൽ പോലും ഒരു അനോയിന്റിങ് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം അങ്ങനെയൊക്കെയാ. നമ്മൾ കാണുന്ന അളവ് ആ ഒരു അളവാണുള്ളത്. ആ ശിഷ്യന്റെ മോന്റെ ആ ശിഷ്യനെ കർത്താവ് ഉപയോഗിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ
ദൈവം ഒരു വലിയ അത്ഭുത സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞത് കറക്റ്റ് ആകട്ടെ. അന്ന് ആ ഹോളിമണിയുടെ സമയത്തൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. പാസ്റ്റർ എനിക്കൊന്നൊരു സൺഡേ സർവീസിന് പാസ്റ്റർ പറയുന്ന ഒരു സാക്ഷ്യമാണെന്ന് അതെ എനിക്ക് അതെ തോന്നുന്നു. അന്ന് ഇവന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോ ഒന്ന് ഇവൻ എഴുന്നേറ്റു. ഡോക്ടേഴ്സ് പറഞ്ഞു അവിടുന്ന് കൊണ്ടുപോരരുത്, ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിനകത്ത് പാസ്റ്റർ റിസ്ക് എടുത്ത് അന്ന് ഉദ്ഘാടനത്തിലൂടെ സാക്ഷ്യം പറയിപ്പിക്കാൻ വേണ്ടി ചർച്ചിൽ ആ മോനെ കൊണ്ടുവന്നിട്ട് അന്ന് സാക്ഷ്യം പറയുക. അന്ന് ഇവൻ സാക്ഷ്യം പറയുന്നുണ്ട്, എല്ലാവർക്കും പ്രാർത്ഥിച്ചതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അതെ അതെ, ആ വീഡിയോ ഒത്തിരി പേര് കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 ഒത്തിരി പേര് ആ വീഡിയോ കണ്ട്. ആ സമയത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഏതോ ഒരു സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പാസിഷ്യ മോനെ, കർത്താവ് നിന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നീ കീബോർഡ് വായിക്കുമ്പോൾ തന്നെ ജനത്തിന്മേൽ ഒരു വലിയ അനോയിന്റിങ് വ്യാപരിപ്പാനൊക്കെ ഇടയായിത്തീരട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാപിച്ച് നിൽക്കണം കേട്ടോ. ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ പാട്ടുകാർ ഒത്തിരിയുണ്ട്, പക്ഷേ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ഒരു അഭിഷേകമാണ്, ഒരു അനോയിന്റിങ്. നമ്മുടെ വാക്ക് ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി, ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. നമ്മൾ കണ്ടിട്ടില്ല, ഈ വലിയ വർഷിപ്പ് ലീഡേഴ്സ് ഒത്തിരി പാടത്തില്ല. ഡോൺ മോന്റെ ഒക്കെ വർഷിപ്പ് നോക്കിയാൽ അവർ ജസ്റ്റ് ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്കൊന്ന് പറയത്തേ ഉള്ളൂ. ബാക്കി അവരുടെ പുറകിൽ നിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ, അവരുടെ കൊയറാണ് കൂടെ പാടുന്നത്. അവർ കണ്ടിന്യൂസ് പാടും. പക്ഷെ ഇവര് ഒന്നോ രണ്ടോ സെന്റൻസ് ഒന്ന് പാടി കഴിയുമ്പോഴത്തേക്ക് ഒരു അനോയിന്റിങ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് ഈ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്നത്. ദൈവം സഹായിക്കട്ടെ, കർത്താവ് ഉപയോഗിക്കട്ടെ. അതെ അതെ, എന്തെങ്കിലും ഇനി ആഡ് ചെയ്ത് പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ അനേകർ ഇപ്പോഴും നമ്മളെ കാണുന്നുണ്ട് കേട്ടോ, അനേകർ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന്റെ ജീവിതത്തിൽ അവർക്കും ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും അനേക ചെറുപ്പക്കാർക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നമാണ് ഈ PCOD എന്നൊക്കെ പറയുന്നത്. ഒത്തിരി പേർക്കുള്ള പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ അതെ, ലൈഫ് സ്റ്റൈൽ ഒരു അസുഖമായിട്ട് അത് മാറിയിരിക്കുക. ഒത്തിരി പേർക്ക് കഴിക്കുന്ന ഫുഡിന്റെ ആകാം, അല്ലെങ്കിൽ ജീവിത ക്രമങ്ങൾ മാറിയത് കൊണ്ടാകാം. പക്ഷെ ഒത്തിരി പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പോളിസിസ്റ്റിക് ഓവറി, അല്ലെ, എന്താ പറയുന്നത്, ഹല്ലേലൂയ, ആ ഒരു ഡിസീസ് എന്ന് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് കരം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലരൊക്കെ ചോദിക്കും ഇല്ലാത്ത അവയവം ഉണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയെ നമ്മളത് കണ്ടിട്ടുണ്ട്, ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാക്ഷ്യമാണ്, സസ്പെക്റ്റഡ് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ നിമിത്തം 2 ഓവറി റിമൂവ് ചെയ്ത ഒരു സഹോദരി. സസ്പെക്റ്റഡ് ക്യാൻസർ എന്ന് ഞാൻ പറയാൻ കാരണം, ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഈ ഓവറി 2 റിമൂവ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സസ്പെക്റ്റഡ് ക്യാൻസർ എന്ന് പറഞ്ഞത്. എന്തായാലും ആളുടെ 2 ഓവറി റിമൂവ് ചെയ്തു. ഈ ഓവറി റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് 11 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളില്ലായിരുന്നു. ഓവറി ഉണ്ടായിട്ട് 11 വർഷമായിട്ട് മക്കളില്ലാത്ത ആ കുടുംബത്തിന് 2 ഓവറി റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്തുള്ള ഒരു മദർ തെരേസയുടെ ഓർഗനൈസേഷനിൽ അനാഥശാലയിൽ പോയി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടി. അവിടെ റിസപ്ഷനിൽ ഇരുന്ന ഒരു സഹോദരി പറഞ്ഞു, നിങ്ങളൊരു പാസ്റ്റർ അല്ലേ, കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇവിടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും, നിങ്ങൾ പറയുന്ന പോലെ ഒരു കുഞ്ഞിനെ കിട്ടാൻ പ്രാർത്ഥിച്ച ദൈവം തരും എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്ത്രീക്ക് അതിന്റെ ഗൗരവം അറിയാത്തോണ്ടായിരിക്കും പറഞ്ഞത്. അവര് ആ ലെറ്റർ വായിച്ചു നോക്കിയാൽ നമ്മളാണെങ്കിൽ അത് പറയത്തില്ല, ഓവറി ഇല്ല, ഇനി എങ്ങനെ കുഞ്ഞുണ്ടാകും, ഒരു സാധ്യതയില്ല. ആ പാസ്റ്റർ അവിടെ നിന്നൊരു തീരുമാനത്തോട് തിരിച്ചുപോയി. അടുത്ത വർഷം, പിറ്റേ വർഷം അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. 2 ഓവറിയും ഇല്ലാത്തൊരു സ്ത്രീക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞാൽ, പിന്നെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഓവറി ഒരുപക്ഷെ 2ാമത് വളർന്നതായിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഓവറി റിമൂവ് ആയി കാണത്തില്ല, ഒരു പീസും അല്ല അവിടെ ബാക്കി ഇരുന്നതായിരിക്കും. അവർക്ക് തന്നെ അറിയത്തില്ല എന്താ സംഭവിച്ചത്. അവർ ഓവറി റിമൂവ് ചെയ്തെന്ന് പറഞ്ഞ് അവർക്ക് ലെറ്റർ കൊടുത്തതാ കുഞ്ഞിനെ ദത്തെടുക്കാൻ. അപ്പം ഇല്ലാത്ത അവയവം വളർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചാനലിൽ വന്ന് ടെസ്റ്റിമണി ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ആ കുഞ്ഞുമായിട്ട് വന്ന് ടെസ്റ്റിമണി പറഞ്ഞു. പിന്നെ കാൺപൂരിൽ, UP കാൺപൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസിന്റെ കുടുംബത്തിന്റെ ടെസ്റ്റിമണിയാണ്. അപ്പൊ അങ്ങനെ എത്രയോ അസാധാരണ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിലും ദൈവം ചെയ്യും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു ചേർത്ത ദൈവം, അല്ലെ, ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതം ചെയ്യാൻ വിശ്വസ്തരാണ്.
ജീസസ് തന്നെ പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർത്ത് പ്രാർത്ഥിച്ചാട്ട് വലിയ ദൈവിക ശക്തി ആമേൻ. സിസ്റ്റർ പറഞ്ഞ പോലെ ആ ഡെലിവറൻസ് അതെ. നമ്മുടെ മേൽ വ്യാപരിപ്പാനിടയായി തീരട്ടെ. കാൽവറി രക്തത്താൽ ചെയ്യപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ Yes, Lord. Hallelujah. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങൾ അമേൻ കർത്താവേ, രാത്രി സമയം കർത്താവിന്റെ സന്നിധിയുടെ അടുത്ത് വരുന്ന കർത്താവേ, ഇത്രയും സമയം കർത്താവിന്റെ സന്നിധിയിൽ ചെലവഴിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യും, നന്ദി പറയുന്ന കർത്താവെ. ആമേൻ. കർത്താവിന്റെ കരം കർത്താവെ, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവെ, ഇന്ന് അവരായിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് എല്ലാ വ്യൂവേഴ്സിനെയും ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. അവരായിരിക്കുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം അപ്പന്റെ അത്ഭുതകരം ചലിക്കണം കർത്താവെ. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ആമേൻ അപ്പന്റെ സന്നിധിയിലാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത് കർത്താവെ. ആമേൻ. കർത്താവെ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. പലവിധമായ വിഷയങ്ങൾക്കകത്ത്, പലവിധമായ സാഹചര്യങ്ങൾക്കകത്ത് ആമേൻ കർത്താവ് ബുദ്ധിമുട്ടുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. എന്നാൽ കർത്താവ് ദിവസങ്ങളിൽ അതിനകത്തെല്ലാം വിടുതൽ ചെയ്യുവാൻ കഴിയുന്ന ആമേൻ ഹല്ലേലൂയ അങ്ങയുടെ കരം കർത്താവെ അവർക്ക് വേണ്ടി ദിവസങ്ങളിൽ ചലിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വലിയ ദൈവ പ്രവർത്തികൾ ഓരോ കുടുംബങ്ങൾക്കകത്തും നടക്കട്ടെ കർത്താവെ. പൈശാചികമായ പദ്ധതികൾ ആമേൻ അതെല്ലാം അബദ്ധമായി മാറട്ടെ കർത്താവെ. അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കിയ ദൈവത്തിന്റെ കരം കർത്താവെ, ഇന്ന് കുടുംബങ്ങളെ കുറിച്ചുള്ള പൈശാചികമായ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ അബദ്ധമാകട്ടെ. വലിയ ദൈവ പ്രവർത്തികൾ കർത്താവെ ഓരോ കുടുംബങ്ങൾക്കകത്തും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. രോഗങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, സാമ്പത്തികമായ തകർച്ചകൾ മാറട്ടെ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ മേലെല്ലാം വലിയ ദൈവ പ്രവർത്തികൾ, വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, വലിയൊരു കൂട്ടത്തെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. വലിയൊരു ഉണർവിന് വേണ്ടി അങ്ങ് ദേശങ്ങളെ ഒരുക്കുന്നതിനായി, അങ്ങ് വ്യക്തികളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ കർത്താവേ. ഹല്ലേലൂയ. ഈ ചാനൽ കാണുന്ന ആമേൻ ഓരോ വ്യക്തികളുടെ മേലും ആമേൻ കർത്താവേ, ഹല്ലേലൂയ, സാക്ഷ്യം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവിന്റെ കരം ചലിക്കണം കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. അവസ്ഥകളിൽ ഇനി തുടരുവാൻ ദൈവാത്മാവ് സമ്മതിക്കരുത്. ആമേൻ. എല്ലാ മേഖലകൾക്കകത്തും ദൈവികമായ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ. പ്രതികൂലങ്ങൾക്കകത്തും ഞങ്ങൾ തളർന്നു പോകാതെ ആമേൻ ഞങ്ങൾ ഉയർത്തുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ആമേൻ. നോഹയെ ആമേൻ കർത്താവേ, ഹല്ലേലൂയ, വെള്ളം വർദ്ധിച്ചപ്പോൾ, വെള്ളം കൂടിയപ്പോൾ ഹല്ലേലൂയ ആമേൻ അതിന് മേളിൽ ആമേൻ നോഹയെ നിർത്തിയ ദൈവത്തിന്റെ കരം. ആമേൻ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് മീതെ നിൽക്കുക, ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് മീതെ നിൽക്കുക, അതിനെ ജയിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ അനേകർക്കൊരു മാതൃകയായി മുന്നേറുക കർത്താവേ. ദൈവം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണം കർത്താവേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവാത്മാവ് സഹായിക്കണം. വലിയ ദൈവ പ്രവർത്തികൾ, വലിയ ദൈവികമായ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിന് അവർക്ക് അനുഭവിക്കുവാൻ ദൈവാത്മാവ് അവരെ സഹായിച്ചാട്ടെ. കർത്താവിന്റെ കരം കൂടെയിരിക്കണം. ഈ ദിവസങ്ങൾ വ്യക്തമായ ദൈവിക സ്പർശനങ്ങളും വ്യക്തമായ ദൈവിക ചലനങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ മുന്നോട്ട് ജീവിക്കുവാൻ ഓരോ ആമേൻ ജീവിതങ്ങളെയും ദൈവാത്മാവ് സഹായിക്കണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് പ്രത്യേക കർത്താവേ ഈ ചാനലിനെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ആമേൻ കർത്താവേ, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ഇത് നയിച്ചു കൊണ്ടുപോകുന്ന കർത്താവേ, പ്രിയ കർത്താവ് ഫിന്നി പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാൻഡി സിസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അധികമായി ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണല്ലോ. ഈ ദിവസങ്ങൾ കർത്താവിന്റെ കരം അവരോട് കൂടെയിരിക്കണം. അവരുടെ വേലയിൽ അവർ ശക്തിപ്പെടട്ടെ, വലിയ വർധനവുകൾ ഉണ്ടാകട്ടെ, വലിയ ദൈവ പ്രവർത്തികൾ ആ മേഖലകൾക്കെല്ലാം വെളിപ്പെടുവാൻ അമ്മ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരം കൂടെയിരിക്കുന്നതിനായ സ്തോത്രം. ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെയിരിക്കുന്നതിനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ അൻപ്ലാന്തത്തിന്റെ പിതാവേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കലും കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന്
തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജെ സിസ്റ്ററുടെ മേൽ, ആമേൻ. തന്റെ കുടുംബത്തിന്മേൽ, പ്രിയമുള്ളവരുടെ മേൽ എല്ലാം ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു മോളെ. ഉറാച്ചോട് ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കും. ധാരാളമായിട്ട് കർത്താവ് പിന്നെയും ശുശ്രൂഷയിൽ കൂടുതലായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മോനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Praise the Lord. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.